സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് എനാബിൾ ചെയ്തിടണേ. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് എനാബിൾ ചെയ്തിടണേ. ഹലോ, ഡോക്ടർ കോഹോസ്റ്റ് ആണ്. ഡോക്ടർക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇപ്പൊ ശരി. ശരിയായിട്ടുണ്ട്. ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ഡോക്ടർമാരെ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇടുക്കി ജില്ലയുടെ ഈ വർഷത്തെ ഒരു പ്രധാന പ്രൊജക്റ്റായ വെബിനാർ സീരീസിലെ ആദ്യ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. കോവിഡിന്റെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ എല്ലാവർക്കും അനേകം തിരക്കുകളുണ്ട്. പ്രത്യേകിച്ചും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീദർശൻ ഡോക്ടറെ പോലുള്ള ആളുകൾക്ക് വളരെ തിരക്കുള്ള സമയമാണ്. ഡോക്ടറെ ഇതായി പോയി കേട്ടോ, ഒന്ന് മാറ്റി. ഓക്കെ, മ്യൂട്ട്. ഓക്കെ, ഇപ്പം കേൾക്കാൻ പാടില്ലേ? ഇപ്പൊ കേൾക്കാം. അന്നേരം മ്യൂട്ടായി പോയി, അതാ. ഇടയ്ക്ക് വേറെ കോള് വന്നുകൊണ്ടോ ഡോക്ടറെ? കോള് വരുന്നുണ്ട് ഇടയ്ക്ക്. കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, ഇപ്പൊ കേൾക്കാലോ അല്ലേ? കേൾക്കാം. പ്രിയ ഡോക്ടർമാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇടുക്കി ജില്ലയുടെ ഡ്രീം പ്രോജക്റ്റായ കേൾക്കുന്നുണ്ടോ അതോ എന്റെ പ്രശ്നമാണോ ശ്രീദർശൻ ഡോക്ടറെ? കേൾക്കുന്നില്ലല്ലോ. ഡോക്ടർക്ക് ഓഡിയോ കിട്ടുന്നില്ല. ഓക്കെ. നമുക്കറിയാം, ആയുർവേദ സമൂഹം ഇപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലും സംഘടനയുടെ ശക്തമായ പ്രവർത്തന ശൈലി കൊണ്ട് ആയുർവേദ ഡോക്ടർമാർക്ക് ഇപ്പം കോവിഡിന് ചികിത്സിക്കാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ അതുമായി വളരെ തിരക്കിലാണെന്നറിയാം. എങ്കിലും നമ്മുടെ ഡോക്ടർമാരുടെ എല്ലാം ഇഷ്ടപ്രകാരം കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി തന്നെ നമ്മൾ പുതിയ സാധ്യതകളെ നോക്കിക്കണ്ട്, പ്രത്യേകിച്ചും സെൽഫ് ഇമ്മ്യൂണിറ്റി എങ്ങനെ നമുക്ക് കീപ്പപ്പ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഇപ്പൊ നമ്മൾ ഈ ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ 2 ക്ലാസ്സുകൾ അടുത്ത് തന്നെ നമ്മൾ ഇതിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്നും പുതിയ ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാകാം. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഉണ്ടായിരുന്ന ഭൂമിശാസ്ത്രപരമായ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് വെബിനാർ സീരീസിൽ നമ്മളൊരു പുതിയ ക്ലാസ് സീരീസ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാവരും ഇടുക്കി ജില്ലയിൽ എല്ലാവരും വളരെ നല്ല ഒരു ഉദ്യമമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും ഇതിൽ നല്ല രീതിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കാനും അതുപോലെ തന്നെ ഇതിന്റെ പ്രയോജനം എല്ലാവരിലേക്കും എത്തിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഇതിനുവേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സോൺ സെക്രട്ടറിയും ഏറ്റവും ആരാധനമായ ഡോക്ടർ MS നൗഷാദിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ എൻസ് വർഗീസ്, നമ്മുടെ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നയിക്കുന്ന ഡോക്ടർ ശ്രീദർശൻ, അസോസിയേഷൻ്റെ സെക്രട്ടറി ഡോക്ടർ ലിജി, അതുപോലെ ട്രഷറർ ഡോക്ടർ ജോർജ്, മറ്റ് സ്നേഹം നിറഞ്ഞ ഡോക്ടർമാരെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ AMA സംബന്ധിച്ചിടത്തോളം
നമ്മൾ നേരത്തെ ഇപ്പോൾ ഡോക്ടർ റെൻസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളെ എല്ലാം തന്നെ നമുക്ക് തരണം ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ വെബിനാറുകൾ നടത്തുവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ സ്വർണ്ണപ്രാശം ഒരു പ്രത്യേക തരം സബ്ജക്റ്റ് തന്നെ എടുത്തുകൊണ്ടിട്ട് നമുക്ക് ഏറ്റവും നല്ല നിലയിൽ സമൂഹത്തിൽ ഇടപെടുവാൻ പറ്റുന്ന തരത്തിൽ ഈ ഒരു വിഷയത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഇതിനു മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു സംരംഭം തന്നെയാണ് ഇത് തുടങ്ങി വെക്കുന്നത്, ഇത്തരമൊരു ക്ലാസ്. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാക്കൽറ്റി ആകട്ടെ ഡോക്ടർ ശ്രീദർശനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അതിൻ്റെ അങ്ങേയറ്റം പോയി ഏറ്റവും പ്രായോഗികമായ തലത്തിൽ അതിനെ പകർന്ന് നൽകുവാനും അതിനെ പ്രയോഗത്തിൽ വരുത്തുവാനും വളരെയധികം ഒരു നിപുണനായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ശ്രീദർശൻ. ഇപ്പം നമുക്ക് അറിയാവുന്നതാണ്, ഇപ്പോൾ കോവിഡ് റെസ്പോൺസ് സെല്ലിൻ്റെ ജില്ലയുടെ ഒരു നേതൃത്വം വളരെ നല്ല നിലയിൽ അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് പകർച്ചവ്യാധി പ്രതിരോധത്തിൻ്റെ മേഖല കൺവീനർ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു മൂന്നാർ ഡിസ്പെൻസറിയെ ക്യാഷിൻ്റെ അക്രഡിറ്റേഷനും മറ്റുമായി ബന്ധപ്പെട്ട രീതിയിൽ വളരെ ഒരു മികച്ച സ്ഥാപനമാക്കി മാറ്റിയിരിക്കുകയാണ്. അത്തരം രീതിയിൽ അദ്ദേഹം ഏർപ്പെടുന്ന ആ ഒരു രീതിയിൽ വളരെ നല്ല രീതിയിലാണ് അതിനെ മികച്ചതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നമുക്ക് വളരെ നല്ല നിലയിൽ അത് പറഞ്ഞു തരും. അത് പറഞ്ഞു തരുന്നതിനും ആ അറിവ് പകർന്നു നൽകുന്നതിന് യാതൊരു തരത്തിലുള്ള ഒരു ഉപേക്ഷയും കൂടാതെ അതിനെ ഏറ്റവും ഇഷ്ടത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീദർശൻ. ഡോക്ടർ ശ്രീദർശനെ നമുക്ക് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ഫാക്കൽറ്റിയിൽ കിട്ടിയത് തന്നെ നല്ലതാണ്. അതിനെ ശ്രീദർശൻ്റെ അത്തരം ജ്ഞാനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ട് ജില്ലയ്ക്ക് കഴിയുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷം ഞാൻ പങ്കുവെക്കുകയും കൂടി ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ ഇപ്പോൾ ജില്ലയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു പുതിയ നേതൃത്വമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ റെൻസ് വളരെ കാലമായി നല്ല രീതിയിൽ പ്രവർത്തന കാര്യക്ഷമമായി കൊണ്ടുപോയി പരിചയമുള്ള ആളാണ്. അതുപോലെ ഡോക്ടർ ലിജി ചുങ്കത്ത്, ഇപ്പോൾ ഡോക്ടർ ജോർജ് പൗലോസ്, അതുപോലെ തന്നെ നമ്മളുടെ ഡോക്ടർ CK ശൈലജ, അതുപോലെ തന്നെ ഡോക്ടർ മറീന, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു ടീം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുവാനായിട്ടാണ് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അതിൻ്റെ എല്ലാം ഒരു ഭാഗം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ടുപോകുന്നത്. ഇപ്പം എനിക്ക് പറയുവാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പങ്കെടുക്കുന്ന കുറച്ച് പേരാണ് ഉള്ളതെങ്കിലും നമ്മുടെ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ചുവർ ഉണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ഏറ്റവും കാതലായതാണ് നമ്മളുടെ അംഗബലം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നിലയിൽ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തർ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ആപ്പ് വഴി തന്നെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജില്ലാ ഭാരവാഹികളുമായിട്ടോ ഏരിയ ഭാരവാഹികളുമായിട്ടോ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ പറ്റിയാൽ ഇന്ന് തന്നെ, ഇല്ലെങ്കിൽ നാളെ അടുത്ത ദിവസം തന്നെ ആയിട്ട് അത് പുതുക്കുവാനുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കാത്തവരുണ്ടെങ്കിൽ എടുക്കുവാനുള്ള ആ ഒരു ത്വര എത്രയും പെട്ടെന്ന് കാണിക്കണമെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുവാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു കരുതലും കരുത്തും ഒക്കെ ആയിട്ട് നമ്മളുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു കരുത്ത്, ഒരു അംഗം ചേരുന്ന ഒരു അംഗം ഏറ്റവും നല്ല നിലയിൽ ആ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു കരുത്ത് എന്നുള്ള നിലയിലുള്ള ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സ്കീമായ ആശ്വാസ് പ്ലസ്, അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ധാരാളം മെഡിക്കൽ ഓഫീസർമാരുണ്ട്, നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും തന്നെയും എടുക്കാവുന്ന രീതിയിൽ വളരെ കുറഞ്ഞ, അതിന് സമാനമായ അത്തരം ഒരു പ്രീമിയമുള്ള ഒരു പോളിസി പോലും ഇന്ന് നമുക്ക് ഒരിടത്തും കാണാൻ കഴിയില്ല. അതുപോലെ അതും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ആ മുഴുവൻ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് മുഴുവൻ എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു പോളിസിയും ഇല്ല. ബാക്കി എല്ലാം ധാരാളം പേപ്പർ വർക്കുകളും കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന ഒരു പോളിസിയാണ്.
ആശ്വാസ് പ്ലസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടി ഉണ്ടാവണമെന്ന് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജില്ല നടത്തുന്ന തുടർ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ അതിനോടുള്ള സഹകരണവും അതിനുവേണ്ട മേൽനോട്ടവും എല്ലാം സോൺ വഹിക്കുന്നതാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ശ്രീദർശനിൽ നിന്നും നമുക്ക് വളരെ നല്ല ക്ലാസ് ശ്രമിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ചതിൽ ഉള്ള നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ടിട്ട് ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ കൂടിയും ഒരു നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. എത്രയും ആദരണീയനായ ഡോക്ടർ ശ്രീദർശനെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും കേൾക്കാമല്ലോ? ക്ലിയർ അല്ലേ? കേൾക്കാം ഡോക്ടറെ, ക്ലിയർ ആണ്. സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, കാണാമല്ലോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, കാണാം ഡോക്ടറെ, കാണാം. വളരെ കൃത്യമായിട്ട് കാണാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മള് എല്ലാവരും ഒരു പാൻഡമിക്കിന്റെ കീഴില് വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും പരമാവധി ഒത്തുചേർന്ന് പരിശ്രമിക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ നിന്നൊരു കരകയറാൻ വേണ്ടി. അപ്പം എല്ലാ മേഖലയിലും ഈ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നമുക്കൊരു സ്ഥാനം കിട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഗവൺമെന്റ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ ഗവൺമെന്റ് പോളിസികളായിട്ട് പരിചയമുള്ളത് കൊണ്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ആയുധത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അവസ്ഥ നമുക്ക് മുതലാക്കാൻ കഴിയണം. ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഈ പലതരം പാൻഡമിക്കുകൾക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും കൂടുതൽ എക്വിപ്ഡ് ആവണം, അതായത് വെൽ വേഴ്സ്ഡ് ആയിരിക്കണം നമ്മുടെ പ്രാക്ടീസിൽ. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി AMI നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും നമ്മളെല്ലാവരും ഇന്നും ഒരുമിച്ചുണ്ടാവും. അപ്പം ഒരു ക്ലാസ് കേൾക്കുക, ഇപ്പം കഴിഞ്ഞ വർഷം തൊട്ട് ഈ വെബിനാർസ്, ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എല്ലാവർക്കും ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇപ്പൊ തന്നെ പാർട്ടിസിപ്പൻസ് പണ്ടത്തേനേക്കാൾ കൂടുതൽ കൂടുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട് കളയേണ്ട കാര്യങ്ങളല്ല നമ്മൾ ഈ വെബിനാറിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു ഹെഡിങ് വേണം എന്നാണ് AMIയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റും സെക്രട്ടറി എന്നോട് പറഞ്ഞത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഇനിയുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു ചികിത്സാ രീതി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ സ്വർണ്ണപ്രാശനം എന്നുള്ള ഒരു ടോപ്പിക് തന്നെ തിരഞ്ഞെടുത്തത്. അതിന് കാരണം എന്താന്ന് വിചാരിച്ചാൽ, ഞാൻ 2013 കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ചെയ്തു തുടങ്ങിയ, ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഒരു പ്രോഗ്രാം ആയിരുന്നു സ്വർണ്ണപ്രാശനം. അപ്പൊ സ്വർണ്ണപ്രാശനം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഞാൻ ബേസിക്കലി ഒരു ഭൈഷജ്യകൽപ്പന MD പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇടയ്ക്ക് കൂട്ടുകാരോടൊപ്പം പല യാത്രകളൊക്കെ പോയപ്പം ഹസൻ എന്ന് പറഞ്ഞ SDM ഹസനിൽ പോയുണ്ടായി. അപ്പൊ അവിടെ പോയപ്പം നമ്മുടെ സുഹൃത്തുക്കള് കുറെ പേരുണ്ടായിരുന്നു. അവരുടെ കൂടെ നമ്മൾ പോയപ്പോ അവിടെ അന്ന് നടക്കുന്നുണ്ടായിരുന്നു ഈ പ്രോഗ്രാം സ്വർണ്ണപ്രാശനം. അപ്പൊ അവര് സ്വർണ്ണ ബിന്ദു പ്രാശനം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനത് എന്താണെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് വളരെ കുറഞ്ഞ എമൗണ്ടില്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എമൗണ്ടില് സ്വർണം കുട്ടികൾക്ക് വാക്സിനേഷൻ പോലെ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പൊ ഞാനത് കണ്ടിട്ട് വന്നിട്ട്, തിരുവനന്തപുരത്തായിരുന്നു അന്ന് PG ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ കുറച്ച് ഫാർമക്കോളജിയിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അതും വെച്ച് കുറച്ച് ഒന്ന് വായിച്ചൊക്കെ നോക്കി. പിന്നെ സ്വർണ്ണ ഭസ്മത്തെ കുറിച്ച് കുറച്ച് ഭസ്മത്തിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് എനിക്കിത് എന്താണ് നാട്ടിൽ ചെയ്താൽ കുഴപ്പം എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഒരു 10 കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് തുടങ്ങിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരു വണ്ടർഫുൾ റിസൾട്ട്സ് കിട്ടിയായിരുന്നു. അതായത് IQ ലെവൽ വളരെ കുറഞ്ഞ കുട്ടി എന്ന ടീച്ചർമാരെ വിലയിരുത്തുന്ന ഒരാള് ആ കാലഘട്ടത്തിൽ
നല്ല മാർക്കോട് കൂടി അല്ലെങ്കിൽ നല്ല ഗ്രേഡോട് കൂടി പാസ്സാവുണ്ടായി. അപ്പൊ ഞാനത് ആദ്യം ഒരു ഫ്ലൂക്ക് ആയിരിക്കും. അന്ന് എല്ലാവരും കളിയാക്കുമല്ലോ, അബ്ദുൾ റബ്ബിന്റെ സമയമാണ്, നിങ്ങൾ എല്ലാവർക്കും ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞപ്പോഴും പലരും അങ്ങനെ പറയുമല്ലോ, നല്ല റാങ്ക് ഒക്കെ കിട്ടി കഴിയുമ്പോൾ അങ്ങനെ പറയും, അത് എല്ലാവരും പാസ്സാക്കുമല്ലേ. ഈവൻ ഒരു തരത്തിലും പാസ്സാവില്ല എന്ന് ടീച്ചർമാരൊക്കെ എഴുതി ഒപ്പിട്ട ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയുടെ റിസൾട്ട് കണ്ടിട്ട് എനിക്ക് വളരെ, കാരണം ഞാൻ അയാൾക്ക് ഏകദേശം ഒരു വർഷത്തിൽ വന്ന വ്യത്യാസം എനിക്ക് പ്രകടമായിരുന്നു. അവളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും പഠിക്കാതിരുന്ന ഒരു കുട്ടി വളരെ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവുണ്ടായി. അതുപോലെ കുറച്ച് കുട്ടികൾ, ഈ 10 കുട്ടികളിൽ തന്നെ പല കുട്ടികളും ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതായിട്ട് തോന്നി. കാരണം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പനി, ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖങ്ങൾ, ചെറിയ അസുഖങ്ങൾ, സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടായിരുന്ന കുട്ടികളിലെല്ലാം അസുഖങ്ങൾ ഇല്ലാതായിപ്പോയി. അതായത് ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് പോകുന്ന സമയം കുറയുണ്ടായി. അപ്പൊ ഇതെനിക്ക് തോന്നി ഇതിൽ കുറച്ചും കൂടി എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, നമ്മൾ കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് എന്ന് തോന്നി. അപ്പൊ അന്നത്തെ അറിവ് വെച്ച് ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയത് സ്വർണ്ണപ്രാശം. കാരണം അവിടെ സ്വർണ്ണബിന്ദു പ്രാശമായിരുന്നു ഹസൻ കോളേജിലൊക്കെ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് വൈഡ്ലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലാണ് ഇത് കുറച്ച് കുറവുള്ളത്. അഷ്ടാംഗായുർവേദ കോളേജിൽ അരുൺ ബി വാര്യർ എന്ന് പറഞ്ഞ നമ്മുടെ കാലത്തെ എന്റെ സീനിയർ ആയിരുന്ന അവിടുത്തെ കൗമാരവൃത്യത്തിലെ സാറ് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവർ വേറൊരു മെത്തേഡായിരിക്കും. ഇത് എൻ്റെ ഒരു പെക്യുലർ ആയിട്ടുള്ള മെത്തേഡാണ്. അതിനെ കുറിച്ച് ഞാൻ വരും ഇതിൽ വിശദീകരിക്കും. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ക്ലാസ് എന്ന് പറഞ്ഞപ്പം കുറച്ച് ഇൻട്രസ്റ്റിങ്ങും നമുക്കെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട്, അതായത് പുതിയ ഒരാൾക്ക് പോലും പ്രാക്ടീസ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതും കുറച്ചു കാലം കൊണ്ട് തന്നെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കൃത്യമായിട്ടൊരു ഇൻകം കൂടി വരണമല്ലോ. ഇന്നത്തെ കാലഘട്ടം അത് വളരെ പ്രശ്നമാണ്. കാരണം പുതിയ ഡോക്ടർമാരെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു ഓപ്പർച്യൂണിറ്റി കുറവാണ്. ഇത് വൈഡ്ലി ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ പേര് ശ്രീദർശൻ എന്നാണ്. ഞാൻ മെഡിക്കൽ ഓഫീസറാണ്, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മൂന്നാറിലെ. നൗഷാദ് ഡോക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. കാരണം ഞാൻ ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്, അതുകൊണ്ട് ഇതും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കത് ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാനും ഇഷ്ടമാണ്. അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് പോവാം. അതായത് ഒരു മികച്ച വൈദ്യൻ എന്ന് പറയുന്നത് ആ രോഗിയുടെ ആത്മാവുമായിട്ട് യോജിക്കുന്ന ഒരാളാണ്. നമ്മൾ അഷ്ടാംഗഹൃദയത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, രോഗിയുടെ ഉള്ളിലെ വിളക്ക്, കെട്ടുപോയ വിളക്ക് നമ്മൾ കത്തിക്കുകയാണ് വേണ്ടത്. അപ്പൊ പ്രചോദനാത്മക ഉദാഹരണങ്ങളിലൂടെ സ്നേഹപൂർവ്വം ഒരു രോഗത്തെ സുഖപ്പെടുത്താൻ കഴിയണം. ഇനി ഈ മെത്തേഡ് ആയിരിക്കും, അതായത് ഈ മെത്തേഡാണ് കാര്യങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പേഴ്സണലൈസ്ഡ് അപ്രോച്ച് വരികയാണ് ഇനി. കാരണം നമുക്ക് ഒരുപാട് ആളുകൾ ചികിത്സിക്കാൻ ഇനി സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് പേഷ്യൻസിനെ നമുക്ക് ഇനി ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അതിൽ പല ആളുകളും ചിലപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് കണ്ടിട്ടൊക്കെ ചികിത്സിക്കേണ്ടി വരും. ആ സമയത്ത് കൂടുതൽ പേഷ്യന്റ് ഹിയറിംഗിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അവരുടെ രോഗികളെ കുറിച്ച് കേട്ട് അവർക്ക് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ ലളിതമായ രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിംപ്ലിഫൈ ആയിട്ടാണ് ഞാൻ സ്വർണ്ണപ്രാശം പറയാൻ പോകുന്നത്. പിന്നെ ഇന്നത്തെ ആവശ്യം, ഇപ്പം നമ്മൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. പ്രധാനമായിട്ടും രാഷ്ട്രത്തിന്റെ ഭാവി തന്നെയാണ്. എത്ര പേര് ഇനി ജീവനോട് ഇരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ വളരെ കഷ്ടമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കൊച്ചു കുട്ടികളുടെ ആരോഗ്യം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പം. കാരണം എല്ലാവർക്കും കുട്ടികളുടെ കാര്യം ഭയങ്കര പ്രശ്നമാണ്. കാരണം അവരുടെ വാക്സിനേഷൻസ് ഒക്കെ ഇഷ്യൂ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഈ വൈറസ് അറ്റാക്ക് വന്ന കുട്ടികള് അവരുടെ ഭാവി എന്താണെന്ന് നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാലേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ വൈറസ് ഇവരുടെ DNA ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കുന്ന ഒരു വളർച്ച ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞാലാണ് ഈ സമൂഹത്തിൽ ഇതിന്റെ ഇമ്പാക്ട് ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു സമയത്ത് ആയുർവേദത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആയുർവേദം പാൻഡമിക്കിനെ നേരിടുന്ന മെത്തേഡ്സ് എല്ലാം വളരെ നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഈ മെത്തേഡ്, അതായത് കുട്ടികളിലൂടെ ആയുർവേദം എല്ലായിടത്തേക്കും എത്താൻ സാധിക്കും. എല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ വളരെ കൺസേൺഡ് ആണ്. അപ്പൊ അങ്ങനെ എത്താൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണപ്രാശം. അതാണ് ഈ ടോപ്പിക്കിന്റെ ഒരു റെലവൻസ്. ഇനി സ്വർണ്ണപ്രാശത്തെ കുറിച്ച് അറിയേണ്ട വസ്തുതകളാണ്. സ്വർണ്ണപ്രാശം ഒരു
ആചാരമോ വിശ്വാസമോ അല്ല, തികച്ചും ശാസ്ത്രീയമായ ഒരു ആയുർവേദ ചികിത്സാ രീതിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ്. കാരണം ഈ സ്വർണത്തെക്കുറിച്ച്, സ്വർണ്ണ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ധാരാളം ശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. വിശ്വാസത്തിനപ്പുറത്ത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് സ്വർണം തന്നെ ഉപയോഗിക്കുന്നത് തുടങ്ങിയാണ് നമ്മൾ സംസാരിക്കുന്നത് തന്നെ. അപ്പൊ ഇത് കൊച്ചു കുട്ടികളിൽ ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും നമുക്ക്. സ്വർണം ഒരു ഹെവി മെറ്റൽ അല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. ഒരു ഹെവി മെറ്റൽ എങ്ങനെയാണ് നമ്മൾ കുട്ടികളിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള സംശയം തൊട്ട് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിനെന്താന്ന് വെച്ചാൽ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ആചാരം പോലെയാണ് കൊണ്ടു നടക്കുന്നത്. ഒരുപാട് വിശ്വാസങ്ങൾ ഈ സയൻസിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് അതിലൊന്നാണ് ഇന്ന ദിവസം ചെയ്യണം എന്നുള്ള ഒരു കാര്യം. പൂയം നക്ഷത്രത്തിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യം പുസ്തകത്തില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നല്ല ദിവസം എന്നാണ് നമ്മൾ ശരിക്കും അതിനെ പറ്റി മനസ്സിലാക്കേണ്ടതുള്ളൂ. പക്ഷെ കൂടുതൽ ആളുകൾ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. അതായത് ബാക്കി എല്ലാ ദിവസവും മോശമാണെന്നൊരു അർത്ഥം ഇല്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ ഇതില്ലേ. ഒരു ദിവസം മാത്രമാണോ മാസത്തിൽ നല്ല ദിവസം? അങ്ങനെയല്ല, ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമുണ്ട്. ആ ദിവസം ഇല്ലെങ്കിൽ ബാക്കി ദിവസങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. കാരണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ക്വാറന്റൈനിലും കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് നല്ല ദിവസം സെലക്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാ ദിവസവും നമ്മുടെ മോശം ദിവസമാണ്. അപ്പൊ എല്ലാ ദിവസത്തിലും അങ്ങനത്തെ കുറെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. അത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സ്വർണ്ണപ്രാശത്തെ കുറിച്ച് അറിയേണ്ട വസ്തുതകൾ എന്ന് പറയാൻ തന്നെ കാരണം. അപ്പം ഞാൻ ഈ ക്ലാസിന്റെ കണ്ടന്റ് ഇതാണ്, ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളതാണ്. എന്തിനാണ് സ്വർണ്ണപ്രാശനം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ ആവശ്യം? ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ എന്താണ് സ്വർണ്ണപ്രാശനം? എന്താണിത്? എന്താണ് ഇതിലുള്ളിലുള്ളത്? എന്തെല്ലാമാണ് ഈ പ്രാശനത്തിലുള്ളത്? എന്തിനാണ് സ്വർണം തന്നെ ഉപയോഗിക്കുന്നത്? ഈ ദിവസവും സ്കോർ റേറ്റ് പോലെ, കോഡിന്റെ റേറ്റ് പോലെ എന്നും കാണിക്കുന്ന മറ്റൊരു റേറ്റ് ആണ് ടിവിയിൽ സ്വർണം. അതായത് 15 രൂപ കൂടി, 50 രൂപ കുറഞ്ഞു, സ്വർണത്തിന്റെ വില എല്ലാ ദിവസവും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അപ്പം പക്ഷെ ഒരിക്കലും അത് ഒരു പരിധി കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം എന്തിനാണ് ഇപ്പൊ ഇത്രയും വില കൂടിയ ഒരു ലോഹം നമ്മൾ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത്? വേറെ എന്തോരം സാധനങ്ങളുണ്ട്, അത് ഉപയോഗിച്ചാൽ പോരെ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പൊ അത് ആണ് ഒരു പ്രശ്നമുള്ള കാര്യം. പിന്നെ അടുത്തൊരു കാര്യം, ആർക്കെല്ലാം എത്ര കാലം വരെ ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യമാണ്. ആർക്കെല്ലാം സ്വർണ്ണപ്രാശനം കൊണ്ട് ഉപയോഗിക്കുന്നത്? അത് എത്ര കാലം വരെ ഉപയോഗിക്കാം? അതും ഒരു പ്രത്യേക കാര്യമാണല്ലോ. ഏതൊക്കെ പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം, അവര് എത്ര വയസ്സ് വരെ ഉപയോഗിക്കാം, ഏതൊക്കെ ദിവസം ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ. അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വർണ്ണം ഒരു ഹെവി മെറ്റൽ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇത് കിഡ്നിയിൽ പോയി പ്രശ്നം ഉണ്ടാക്കുമോ, ലിവർ ഡാമേജ് ഉണ്ടാക്കുമോ എന്ന് തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പിന്നെ എങ്ങനെയാണ് ശരീരത്തിൽ ഈ പ്രാശനത്തിന്റെ പ്രവർത്തനം? ഇതൊരു വൈശേഷികൽപ്പന ഡോക്ടർ എന്നുള്ള രീതിയിലും ഒരു ഫാർമക്കോളജി അല്ലെങ്കിൽ മോഡേൺ സയൻസിലെ നമുക്ക് നമ്മുടെ ശാസ്ത്രത്തെ എങ്ങനെ വിശദീകരിക്കാമെന്ന് മോഡേൺ സയൻസിന്റെ ഭാഷയിൽ, അങ്ങനെയാണ് പറയുന്നതാണ് നല്ലത്, മോഡേൺ സയൻസിന്റെ ഭാഷയിൽ കൂടി അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഇത് എങ്ങനെ വിശദീകരിക്കാം. അതുപോലെ ആയുർവേദ രീതിയിൽ ഈ ഭാഷ എങ്ങനെയായിരിക്കും, ഈ ഹെർബൽ കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഹെർബോ മിനറൽ കോമ്പിനേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അറിയണം. അത് നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് സംഭവം, അല്ലാണ്ട് വെറുതെ ഫ്ലൂക്കിന് പറയുന്ന ഒരു സംഭവം അല്ല എന്ന് പറയണം. അപ്പൊ അതുപോലെ ഒരു ചെറിയ ക്ലിനിക്കിൽ നമുക്ക് എപ്രകാരം ചെയ്യാം? സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഒരു ചെറിയ ക്ലിനിക്കിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് വളരെ വയബിളായ രീതിയിൽ, അത്യാവശ്യം നമുക്കൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന രീതിയിലും സമൂഹത്തിന് ഒരു വളരെ വലിയ ഗുണം ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ക്ലിനിക്ക് നടത്തി കൊണ്ടുപോവാം എന്നറിയേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അനുഭവങ്ങള്, പഠനങ്ങൾ എന്ന് വെച്ചാൽ റിസർച്ച് ആർട്ടിക്കിൾസ് ആണ്. കുറച്ചധികം റിസർച്ച് ആർട്ടിക്കിൾസ് ഇതിനെപ്പറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ സയൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്. എന്തിനാണ് സ്വർണ്ണപ്രാശനം? ഫസ്റ്റ് ചോദ്യമാണ്. ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ്? സ്വാസ്ഥ്യ സംരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. അപ്പം രണ്ട് കാര്യമാണ്, ഒന്ന് പ്രിവെന്റീവ് ആസ്പെക്ട് ആണ്, ഒന്ന് ട്രീറ്റ്മെന്റ് ആസ്പെക്ട് ആണ്. അപ്പൊ നമ്മള് ഈ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രിവെൻഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
ഈ പ്രിവെൻഷനെ പറ്റി പറയുമ്പോൾ ഇമ്മ്യൂണിറ്റിയെ പറ്റിയും കൂടി നമ്മൾ സംസാരിക്കണം. രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകൾക്കാണ് വളർത്തലാണ് ശരിക്കും ഈ പ്രിവെന്റീവ് സ്വാസ്ഥ്യ സംരക്ഷണത്തിന്റെ തന്നെ അടിസ്ഥാനം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 2013-14 കാലഘട്ടത്തിൽ ഈ ഞാൻ സ്വർണ്ണപ്രാശം ആരംഭിക്കാൻ തന്നെയുള്ള മറ്റൊരു കാരണം, ആ സമയത്ത് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നമ്മളുടെ പഴയ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനും പ്രസിഡന്റും ആയിരുന്ന APJ അബ്ദുൽ കലാം സാർ വരുന്നുണ്ടായി. ആ സമയത്ത് സാറിന്റെ ഒരു ടോക്ക് നമ്മൾ കേൾക്കുന്നുണ്ടായി. ആ ടോക്ക് ശരിക്കും വേറൊരു ആസ്പെക്ട് ആണ് നമുക്ക് കാണുന്നത്. എന്താന്ന് വെച്ചാൽ സാർ അത് പറയാണ്, ഇനി 10 വർഷം കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. വെള്ളം പോലെ തന്നെയാണ്. വെള്ളവും രോഗപ്രതിരോധ ശേഷിയായിരിക്കും മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ വെല്ലുവിളികൾ. അപ്പൊ അതിലേക്ക് ആയുർവേദം എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും? ആയുർവേദത്തിന്റെ നന്മകൾ നിങ്ങൾ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് ഒരു ടോക്കിൽ പറയണ്ടായി. നമ്മുടെ എല്ലാവരും, കാരണം നമ്മളന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം അതൊരു ശാസ്ത്രജ്ഞന്റെ, ഒരു രാഷ്ട്രത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടായിരുന്നു. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇമ്മ്യൂണിറ്റി എന്നുള്ളൊരു വാക്കില്ലാത്ത ഒരു പ്രൊഡക്റ്റ് പോലും ഇല്ല. അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി എന്നുള്ള വാചകത്തിന്റെ മാർക്കറ്റ് വാല്യൂ വളരെ വലുതാണ്. അപ്പം നമ്മൾ ആയുർവേദം ശരിക്കും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും അതാണ്. അതായത് ജന്മനാ ഉള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എല്ലാ മനുഷ്യരുടെയും. അതൊരു കേവലം ഒരു വാക്സിനേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മരുന്ന് കൊണ്ടോ ഒന്നും സാധ്യമല്ല. അതൊരു ചിട്ടയായ ജീവിത രീതി കൊണ്ടുകൂടിയാണ് സാധ്യം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതാണ് ഇപ്പൊ തെളിഞ്ഞു വരുന്നത്. കൃത്യമായിട്ടുള്ള ആഹാര വിഹാര വിചാരങ്ങളുള്ളവരാണ് ഇപ്പോൾ ഈ രോഗത്തിനോട് പ്രതികരിച്ചുകൊണ്ടും പോരാടിക്കൊണ്ടും ഇരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നത്തെ ഒരു മത്സര കാലഘട്ടം, ഇതിന്റെ ഒരു ബേസിക് ലെവൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഏറ്റവും മികവ് പുലർത്തണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബൈജൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്, അല്ലെങ്കിൽ 90+ ട്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്, അണഅക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്, ഇതെല്ലാത്തിന്റെ ഒരു വളർച്ച നോക്കൂ. കാരണം എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന അവരുടെ മക്കള് ഏറ്റവും മികച്ച സ്കോളേഴ്സ് ആവണം, അല്ലെങ്കിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥി ആവണം എന്നുള്ളതാണ്. ആരോഗ്യവും ബുദ്ധിയും ഉള്ള കുട്ടികളാവണം. അങ്ങനത്തെ പ്രൊഡക്ട്സ് ആണ്. പ്രത്യേകിച്ച് നോക്കൂ, ബൂസ്റ്റ്, കോംപ്ലാൻ, ഹോർലിക്സ്, അതുപോലെയുള്ള ഫുഡ് സപ്ലിമെന്റ്സ്, അതുപോലെയുള്ള എഡ്യൂക്കേഷണൽ സപ്ലിമെന്റ്സ് എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലെ മാർക്കറ്റിന്റെ ഏറ്റവും ഭൂരിഭാഗം. അപ്പോഴും നമ്മൾ ആയുർവേദക്കാർ ഇത്രയും കഴിവുണ്ടായിട്ടും എന്താ പറയാ, ചോക്കുമലയുടെ മുകളിൽ ഇരുന്നിട്ട് ചോക്ക് അന്വേഷിക്കുകയാണ്. അല്ലെങ്കിൽ ശരിക്കും ചോക്കുമല എന്ന് പറയുന്നത് രത്നമലയുടെ മുകളിൽ ഇരുന്ന് രത്നം അന്വേഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ശാസ്ത്രത്തിൽ ഇത്രയും കാര്യങ്ങൾ ഒരു കുട്ടി യുവാവായി വാർദ്ധക്യത്തിലെത്തി മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് എങ്ങനെ ഇടപെടണം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം, അതിന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ മാതാപിതാക്കൾ ഇപ്പോഴും ഒരു സപ്ലിമെന്റ് തിരഞ്ഞുകൊണ്ടിരിക്കും. അത് ഫുഡ് സപ്ലിമെന്റ് ആവാം, എഡ്യൂക്കേഷണൽ സപ്ലിമെന്റ് ആവാം, എന്തൊക്കെ തരം സപ്ലിമെന്റ് ഉണ്ട് അതെല്ലാം കൊടുത്ത് മക്കളെ ഏറ്റവും മികച്ചവരാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ സ്വർണ്ണപ്രാശനത്തിന്റെ പ്രാധാന്യം കാണേണ്ടത്. ഇതൊരു സപ്ലിമെന്റ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. സംസ്കാരങ്ങള് പണ്ടത്തെ ടെക്സ്റ്റൽ റെഫറൻസ് ആണ്. 16 സംസ്കാരങ്ങളുണ്ട്. ബിഫോർ ബർത്ത്, ചൈൽഡ്ഹുഡ് പീരീഡില്, അതുപോലെ എഡ്യൂക്കേഷണൽ പർപ്പസിന്, അതുപോലെ അഡൾട്ട് ഓൾഡ് ഏജ് ഗ്രൂപ്പില്, ആഫ്റ്റർ, ഇങ്ങനെ ഒരു 5 ഹെഡിങ്ങിൽ നമുക്കൊരു 16 സംസ്കാരങ്ങൾ കൗമാരവൃത്യത്തിന്റെ പുസ്തകങ്ങളിൽ ലഭ്യമാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചൈൽഡ്ഹുഡ് പീരീഡിലെ ജാതകർമ്മം എന്നുള്ള ഒരു സംസ്കാരത്തെ പറ്റിയാണ്. അതും അന്നപ്രാശവും. ജാതകർമ്മം മുതൽ അന്നപ്രാശനം വരെയുള്ള പീരീഡിൽ ആ പ്രാശനം ഉള്ളിലേക്ക് കഴിക്കുക. ജാതകർമ്മം എന്ന് വെച്ചാൽ ജനിച്ച ഉടനെ ചെയ്യുന്ന കർമ്മങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ജാതകർമ്മത്തിൽ പറയുന്നുണ്ട് സ്വർണവും വയമ്പും ചേർത്ത പ്രയോഗം നാവിലെ ഉരച്ചു കൊടുക്കണം എന്ന്. അതിനെന്താണ് കാരണം? എന്തിനാണ് ഇത്ര ഒരു കുട്ടി ജനിച്ച ഉടനെ തേൻ ചേർത്ത് വയമ്പും സ്വർണം എന്ന് പറഞ്ഞ ഒരു ഹെവി മെറ്റലും എന്തിനാണ് ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ വായിൽ തേക്കണം എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്? അതിന് കാരണമുണ്ട്. കാരണം സാധാരണയായി മുലപ്പാൽ ഉണ്ടാവാൻ 4 ദിവസമെങ്കിലും ആവും നോർമലി ഒരു അമ്മയ്ക്ക്. ആ സമയം വരെ കുട്ടിയുടെ ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രയോഗം തന്നെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഹോസ്പിറ്റലില് ഇതെല്ലാം പല ഹോസ്പിറ്റലിലെ പുസ്തകങ്ങളിലൊക്കെ മറ്റേ ചുമരുകളിലും അതുപോലെ ലീഫ്ലെറ്റ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളൊന്നും ചെയ്യരുതെന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ ആയി തീർന്നത്? അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റായി യൂസ് ഇല്ലാതായിക്കൊണ്ടായിരിക്കും.
ഇത് പലതരത്തിലുള്ള അസുഖങ്ങളുള്ള കുട്ടികൾക്ക് കൊടുത്ത് പ്രശ്നമായത് കൊണ്ടായിരിക്കും അവരങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതൊരു അജണ്ടയുടെ പുറത്തായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് ഇതൊരു സംസ്കാരമാണ്. നമ്മളുടെ കുട്ടികൾക്ക് ഇത് നമ്മൾ ചെയ്താലല്ലേ മറ്റു കുട്ടികൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് സ്വർണം ഉപയോഗിക്കേണ്ടത്? അതായത് ജാതകർമ്മ സംസ്കാരം പറഞ്ഞു, ഇത് ഒരു ഭാഗ്യത്തിന്റെ പ്രതീകമായിട്ട് കാണുന്നു, ഓസ്പീഷ്യസ് ആയിട്ട്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു എന്താ പറയാ, ഏറ്റവും സപ്തധാതുക്കൾ എന്ന് പറയും രസശാസ്ത്രത്തിൽ. സപ്തധാതുക്കളിൽ ഫസ്റ്റ് പറയുന്നത് ഗോൾഡാണ്. അത് അതിന്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ്, അതിന്റെ ഗുണം കൊണ്ടാണ്. സ്വർണത്തിന്റെ ഗുണം, സ്വർണം ശരീരത്തിൽ ഉപയോഗിച്ചാലും ലോകത്തിൽ ഉപയോഗിച്ചാലും ഉള്ള ഗുണം കൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ അത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അതൊരു മിത്തോളജിക്കൽ സൈഡ്. പിന്നെ ഇതൊരു ആയുർവേദ ഓറൽ വാക്സിനേഷൻ ആണ്. അതാണ് ശരിക്കും ഞാൻ പറയാനും ഈ പ്രസന്റേഷന്റെയും കാതലായ അംശം. ആയുർവേദ ഓറൽ വാക്സിനേഷൻ അങ്ങനെ ലേഹനം ചെയ്യണം. അതായത് ആയുർവേദ ഓറൽ വാക്സിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പല വാക്സിനേഷൻസും കുട്ടികൾക്ക് ചെയ്യുന്നുണ്ട്. വാക്സിനേഷൻ ചാർട്ടുകളുണ്ട്, നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാർക്കിൽ വളരെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ വാക്സിനേഷൻസ് എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് അസുഖം വരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പം കോവിഡ് വാക്സിനേഷൻ വന്നു. ഇപ്പൊ ഈ വാക്സിനേഷൻ കഴിഞ്ഞ് പുതിയൊരു വൈറസ് വന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പുതിയ വാക്സിനേഷൻ കണ്ടുപിടിക്കും. അപ്പം ഈ വാക്സിനേഷനെ പറ്റി വളരെ എന്താ പറയാ, വളരെ വലിയ ശാസ്ത്ര ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. വാക്സിനേഷൻ റെഡി ആണോ ശരിയല്ലയോ എന്നൊക്കെ ഉള്ളതൊക്കെ. അതിനൊക്കെ കുറിച്ച് പഠനങ്ങളൊക്കെ വരട്ടെ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ആയുർവേദ ഓറൽ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ അബ്ദുൽ കലാം സാറ് പറഞ്ഞ അതേ സാധനം തന്നെ, ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ സ്വർണ്ണപ്രാശം ചെയ്യുന്നത്. ഇനിയാണ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഇനി ഈ പ്രസന്റേഷനെ കാണേണ്ടത്. അപ്പം വാക്സിനേഷൻ ചെയ്യണം. അത് എങ്ങനെയായിരിക്കും? നോൺ സ്പെസിഫിക്, അതായത് പ്രത്യേക തരം ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അതായത് ഓരോ രോഗത്തിനുള്ള ഇമ്മ്യൂണിറ്റി അല്ല, മൊത്തം ശരീരത്തിനെയാണ് കാണുന്നത്. ആ ഹോളിസ്റ്റിക് അപ്രോച്ച്, ആയുർവേദത്തിന്റെ ഹോളിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ് സ്വർണ്ണപ്രാശനത്തിലും ഉള്ളത്. ഇത് മസ്തിഷ്ക ശേഷിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും, അതായത് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി കൂട്ടാനും ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുമാണ് ബേസിക്കലി സഹായിക്കുന്നത്. അപ്പം രണ്ട് പ്രധാനപ്പെട്ട തെളിയിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്രെയിൻ കപ്പാസിറ്റി വർദ്ധിക്കും, അത് IQ ലെവൽ വരെ ഉണ്ട്, അതിന്റെ റിസർച്ച് പേപ്പേഴ്സ് കാണിച്ചു തരാം. അതുപോലെ ഇമ്മ്യൂണോ മോഡുലേറ്ററി, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചാൽ പോരെ നമുക്ക് ഇന്നത്തെ കുട്ടികളെ രക്ഷിക്കാൻ പറ്റില്ലേ ഒരുപാട് ഇൻഫെക്ഷൻസിൽ നിന്ന്? കാരണം കോവിഡ് അവസാനിച്ചാലും ഇനി ഇങ്ങനത്തെ വൈറൽ ലോഡുള്ള അറ്റാക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ എല്ലാം നമ്മൾ ഓരോ വാക്സിൻ വേണ്ടി നടക്കുന്നതിന് പകരം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ അല്ലേ വേണ്ടത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതും ശരീരത്തിന് പ്രതികൂലമാവാത്ത രീതിയിൽ. ഇനിയാണ് എന്താണ് അപ്പൊ സ്വർണ്ണപ്രാശം എന്ന് പറഞ്ഞ സാധനം എന്താന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. എന്താണ് സ്വർണ്ണപ്രാശനം? ഇത് കാശ്യപ സംഹിത ലേഹാധ്യായം എന്ന് പറഞ്ഞ അധ്യായത്തിലെ 4-5 ശ്ലോകമാണ്. അതിങ്ങനെയാണ്: അമാത്യ മധുസർപ്പിഭ്യാം ലേഹയേത് കനകം ശിശു സ്വർണപ്രാശനം ഹ്യേത് മേധാഗ്നി ബലവർദ്ധനം ആയുഷ്യം മംഗളം പുണ്യം വൃഷ്യം വർണ്യം ഗ്രഹാപഹം മാസാത് പരമമേധാവി വ്യാധിഭിർന ച ഗൃഹ്യതേ ഷഡ്ഭിർമാസൈഹി ശ്രുതധാര സുവർണപ്രാശനാ ഭവേത് എന്നാണ് പറയുന്നത്. അതായത് ഇതൊരു ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ പറയുന്നത് സ്വർണം, തേനും എന്ത് കൊടുത്താൽ, മധുസർപ്പിഭ്യാം ലേഹേത് കനകം, തേനും നെയ്യും ചേർത്ത് സ്വർണം കൊടുത്താൽ അതിനെയാണ് എന്ത് പറയുന്നത്? സ്വർണപ്രാശനം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു മിനറൽ ഡ്രഗേ ഉള്ളൂ, കനകം മാത്രമേ ഉള്ളൂ, സ്വർണം മാത്രമേ ഉള്ളൂ, തങ്കം മാത്രമേ ഉള്ളൂ. അതും തേനും നെയ്യുമാണ്. അപ്പൊ മേജർ ഇൻഗ്രീഡിയൻസ് എന്താണ്? തേനും നെയ്യും സ്വർണമാണ്. അതെങ്ങനെ കൊടുക്കണം, ഏത് മെത്തേഡിൽ കൊടുക്കണം എന്നൊന്നും അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അതിന്റെ ടീക്കയിലും ഇല്ല. പക്ഷെ അത് കഴിച്ചുള്ള ഗുണമാണ് പറയുന്നത്. എന്താണ് ഗുണങ്ങള്? മേധാഗ്നി ബലവർദ്ധനം, അതായത് മേധ എന്താണ് എന്ന് പ്രത്യേകം അറിയണം. ഇന്റലക്ട് ആണ് മേധ. അപ്പം ഇന്റലക്ട് എന്ന് വെച്ചാൽ ഗ്രാസ്പിംഗ് പവർ മാത്രമല്ല, ഗ്രാസ്പിംഗ് പവർ മുതൽ മെമ്മറി മുതൽ നമ്മൾ ഒരു സാധനം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന വരെയുള്ള ബ്രെയിനിന്റെ ഫുൾ കപ്പാസിറ്റിനെയാണ് നമ്മൾ മേധ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അഗ്നി ആയുർവേദത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൺസെപ്റ്റുമാണ്. അപ്പം അഗ്നിയുടെ
വർധനം, അതുപോലെ ബലവർധനം. ബലം എന്നിവിടെ ഉദ്ദേശിക്കുന്നവർ ഇമ്മ്യൂണിറ്റിനെയും ഫിസിക്കൽ സ്ട്രെങ്തിനെയും കൂടിയിട്ടാണ്. അപ്പം മേധാഗ്നി ബലവർധനം എന്നുള്ള ഫസ്റ്റ് ഗുണമുണ്ട്. രണ്ടാമത്തേത് ആയുഷ്യാണ്. ആയുഷ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്പാൻ ഇൻക്രീസിങ് ആണ്. അപ്പം നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റിയും ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ടാവും, ലൈഫ് സ്പാൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് മംഗളം എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അതിന്റെ ഒരു മിത്തോളജിക്കൽ സൈഡ് ആയിട്ട് എടുക്കൂ. പുണ്യം, റൈറ്റസ് ആയിരിക്കും. റൈറ്റസ് എന്ന് വെച്ചാൽ നല്ലൊരു മൈൻഡ് സെറ്റ് കൂടി ആളുകൾക്ക് വേണം. അപ്പൊ അങ്ങനെ നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടി വേണം. നല്ല ശരീരത്തിന്റെ ഉടമ പോലെ തന്നെ ആയുർവേദത്തിന്റെ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനസ്സ്. ആ മനസ്സിന്റെ ഒരു നല്ല അവസ്ഥ കൂടി വരണം. കാരണം ഇപ്പം കോവിഡ് വരാതിരിക്കണമെങ്കിൽ ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്, അവരുടെ മനസ്സാണ് നന്നായിരിക്കേണ്ടത്. ഞാൻ മറ്റൊരാൾക്ക് പകർത്തും എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുകളാണെങ്കിൽ വളരെ ഡേഞ്ചറാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുപോലെ വൃഷ്യം. വൃഷ്യം എന്ന് വെച്ചാൽ ഇപ്പം ഇമ്പോർട്ടൻസി അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അവിടെയും ഇതിന് ഗുണമുണ്ട്. അതായത് പുതിയ നല്ല തലമുറയെ വാർത്തെടുക്കാൻ ഇത് സഹായിക്കും. വർണ്യം. വർണ്യം എന്ന് വെച്ചാൽ കോംപ്ലക്ഷൻ. അതൊരു രാജ കാലഘട്ടത്തിലെ ഉള്ളൊരു കൺസെപ്റ്റ് ആണ്. രാജകുമാരൻ ഏറ്റവും മികച്ചവനായിരിക്കണം, അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ ഓരോ മക്കളും, ഏറ്റവും നല്ലവരായിരിക്കണം. ഗ്രഹാപഹം, അതിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് ഗ്രഹം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെയുണ്ട് പല സംഹിതകളിൽ. അപ്പൊ ആ ഗ്രഹങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് പല ഡൗട്ട്സും ഉണ്ട്. പക്ഷെ അതിന് കുറച്ചുകൂടി ഡീപ്ലി പഠിച്ച ആളുകൾ പറയുന്നത് അത് പലതരം വൈറൽ അറ്റാക്ക് ആണ്, അല്ലെങ്കിൽ പലതരം മൈക്രോ ഓർഗാനിസത്തിന്റെ അറ്റാക്ക് ആണ്. അതായത് പ്രോട്ടോസോവൻ അറ്റാക്ക് ഉണ്ട്, അതില് ബാക്ടീരിയൽ അറ്റാക്ക് ഉണ്ട്, വൈറൽ അറ്റാക്ക് ഉണ്ട്. അപ്പം അതുപോലെ പ്രയോൺസിന്റെ അറ്റാക്ക് വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഗ്രഹത്തെ കുറിച്ച് പഠിച്ച ആളുകൾ. അപ്പൊ അവർ പറയുന്നത് ഇതിന്റെ ഇത്രയേ ഉള്ളൂ കാര്യം, നമുക്ക് വിസിബിൾ അല്ലാത്ത, കണ്ണുകൊണ്ട് കാണാത്ത ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ട്. ആ ഇൻഫെക്ഷൻസിൽ നിന്ന് കൂടി കുട്ടികളെ രക്ഷിക്കുന്ന ഒരു സാധനം. അടുത്തത് ഫലശ്രുതിയുടെ ഹൈപ്പ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 1 മാസം ഉപയോഗിച്ചാൽ പരമമേധാവി, 1 മാസം കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ ഹൈലി ഇന്റലിജന്റ് ആയി മാവും. വ്യാധിപിർ ന ദൃശ്യതേ, വിൽ നോട്ട് എഫക്റ്റഡ് ബൈ എനി ഡിസീസ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം. 6 മാസം ഉപയോഗിച്ചാൽ ശ്രുതധരനാണെന്നാണ് എഴുതിയുള്ളത്. അതായത് കേട്ടതെല്ലാം ഓർമ്മിച്ച് തിരിച്ചു പറയാൻ കഴിവുള്ളവനാവും. അതായത് അത്രയും മെമ്മറി കപ്പാസിറ്റി, ഐക്യു കപ്പാസിറ്റി കൂടുന്ന ഒരു കുട്ടിയായിരിക്കും എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. ഇനി എന്താണ് ഇതിലുള്ളത്, ഈ പ്രാശനത്തിൽ എന്തൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. സ്വർണ്ണമുണ്ട്, നെയ്യുണ്ട്, തേനുണ്ട്. അത് ബേസ് ആണ്. അതല്ലാതെ പല ആചാര്യന്മാരും പല ഡ്രഗ്സ് പറഞ്ഞിട്ടുണ്ട്. ശുശ്രുതൻ, ശംഖുപുഷ്പി, കൊട്ടം, വയമ്പ് എന്നിവ പറഞ്ഞിട്ടുണ്ട്. ശംഖുപുഷ്പി, കൊട്ടം, വയമ്പ് നമുക്കറിയാം എല്ലാം ബ്രെയിൻ ടോണിക് ആയിട്ടുള്ള മരുന്നുകളാണ്, ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. അത് ആചാര്യം പറഞ്ഞിട്ടുണ്ട്. വാഗ്ബടൻ ഇതിനും പുറമെ പത്മകിഞ്ചിൽക്കം, സ്റ്റാമൻ ഓഫ് നിലമ്പോ ന്യൂസിഫറ, അതായത് നമ്മുടെ താമര വളയം അല്ലെങ്കിൽ താമരയുടെ സ്റ്റാമൻ എന്ന് പറയുന്ന ഭാഗം. വിതാരി അറിയാലോ, അമുഖരം പോലത്തെ സാധനങ്ങള്, അല്ലെങ്കിൽ പാൽമുതുക്കും കിഴങ്ങ്, ഇതൊക്കെ കൂടി ആചാര്യ വാഗ്ബടൻ പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്? അതുപോലെ വൃന്ദമാധവം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വൃന്ദമാധവം എന്ന് പറഞ്ഞ പുസ്തകം പ്രേമവതി തിവാരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രസൂതി തന്ത്രത്തിലെ മാഡം എഴുതിയിട്ടുള്ള കോതറായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതില് കൊട്ടം, വജ, അഭയ എന്നീ ദ്രവ്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. കൊട്ടം, വജ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അഭയ. അപ്പൊ തീക്ഷ്ണമായ ദ്രവ്യങ്ങളും അതുപോലെ തന്നെ ബ്രഹ്മണമായിട്ടുള്ള ദ്രവ്യങ്ങളും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് സത്യം പറഞ്ഞാൽ പല ആചാര്യന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം കാശ്യപനില് അത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിലും ബാക്കി ആചാര്യന്മാരുടെ എല്ലാവരുടെ അഭിപ്രായം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ ഡെവലപ്മെന്റ് ആണ്. അതായത് പുസ്തകത്തിൽ പറഞ്ഞേക്കാൾ കൂടുതൽ ഓരോ കാലത്തും ആളുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മണ ഗുണമുള്ളതും അതേസമയം തീക്ഷ്ണ ഗുണമുള്ളതായിട്ടുള്ള ദ്രവ്യങ്ങൾ ഇതിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ എന്തൊക്കെയാണ് പ്രാശനത്തിലുള്ളതെന്ന് വെച്ചാൽ, ഇത് പുസ്തകം വൈസ് പറയുന്നതാണ്. ഇതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞാൻ അത് കഴിഞ്ഞ് പറയാം. സ്വർണ്ണഭസ്മം, ശുദ്ധമായ തേൻ, ശുദ്ധമായ നെയ്യ്. ആ ശുദ്ധമായ എന്നുള്ള വാക്കിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒറിജിനൽ തേനും ഒറിജിനൽ നെയ്യും ആയിരിക്കണം, അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. മേദ്യദ്രവ്യങ്ങളുടെ ചൂർണം. ഈ മേദ്യദ്രവ്യങ്ങളെല്ലാം ബ്രഹ്മണ ഗുണമുള്ളതുകൊണ്ട് തീക്ഷ്ണ ഗുണമുള്ളതുകൊണ്ട് ഈ ഗുണങ്ങളുള്ള സാധനങ്ങളുടെ ചൂർണ്ണാണ്. അപ്പൊ നമുക്ക് ഇപ്പം കിട്ടുന്ന
നമ്മുടെ ബുദ്ധി അനുസരിച്ച് നമുക്ക് ഇത് പലതരത്തിൽ മോഡിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആഡഡ് ബെനിഫിറ്റ്. പിന്നെ ഇതില് മണ്ഡൂകപർണി സ്വരസാണ്. അതായത് ഇതിൽ ഓർക്കുന്ന ഈ ഭൈഷജൽപ്പന നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങളാണ് സ്വരസം, കൽക്കം, ശ്രുതം, ശീതം, പാണ്ഡം, പഞ്ചവിധ കഷായ കൽപ്പന. അതിൽ സ്വരസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗുരുത്വത്തിൽ നിന്ന് ലഘുത്വത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും ഗുരുവായിട്ടുള്ള സ്വരസം, അതിനേക്കാൾ അല്പം ലഘുവായിട്ടുള്ള ചൂർണം, അതായത് കൽക്കത്തിന്റെ വകഭേദം തന്നെയാണ് ചൂർണം. അപ്പൊ ഈ കാര്യങ്ങളുടെ കൂടിയാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? തേനും നെയ്യും ചേർക്കുന്നത്. അപ്പൊ ഇതിന്റെ പൊട്ടൻസിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഹൈലി പൊട്ടന്റ് ആണ്, വളരെ തീക്ഷ്ണമായിട്ട് അല്ലെങ്കിൽ വളരെ വീര്യമേറിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് സ്വർണ്ണപ്രാശം. അപ്പൊ അതാണ് നമ്മൾ സ്വർണ്ണപ്രാശത്തിൽ ഉപയോഗിക്കുന്നത്. എന്തിനാണ് സ്വർണം തന്നെ ഉപയോഗിക്കുന്നത്? വേറെ വെള്ളി ഉപയോഗിച്ചുകൂടെ, മറ്റ് കോപ്പർ ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാവാം. അതിനേക്കാളൊക്കെ കോംപ്ലിക്കേഷൻസ് കുറവുള്ള ഒരു ലോഹാണ് സ്വർണം. സ്വർണം ബൃംഹണം സ്നിഗ്ധം മധുരം രസഭാഗയോ വിഷദോഷഹരം ശീതം സ കഷായം സ തിക്തകം. മധുര, ശീത, കഷായ, തിക്ത ഗുണമുള്ള ഒരു ഡ്രഗാണ് സ്വർണം. അത് സ്നിഗ്ധം കൂടിയാണ്. അതാണ് സ്നിഗ്ധമായ മരുന്നുകളാണ് നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കുക. സ്നിഗ്ധവും ബൃംഹണമായിട്ടുള്ള മധുരമായിട്ടുള്ള സാധനമാണ് നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കുക, കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കുക. അപ്പൊ കുഞ്ഞുങ്ങളുടെ അതിന് സഹായിക്കും. അതിന്റെ കൂടെ നമ്മൾ തീക്ഷ്ണമായിട്ടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ കഫം അധികം കൂടാതിരിക്കാനാണ്. കഫത്തിന്റെ കാലഘട്ടത്തിലുള്ള കുട്ടികളാണ്. അപ്പൊ കഫം അധികം വർദ്ധിക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ മറ്റ് ദ്രവ്യങ്ങൾ കൂടി ചേർത്ത് ഉപയോഗിക്കുന്നത്. ഹൃദ്യം, കാന്തിപ്രദം, ബല്യം, സ്രംസനം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സ്രംസനം, ഈ വയറ്റിന്ന് പോകാന്നുള്ളത് കുട്ടികൾക്ക് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. മിക്ക പ്രാക്ടീഷണേഴ്സിന്റെ അടുത്തും ഒരു ഫോൺ റെഫറൻസ് വരുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് വയറ്റിന്ന് പോകാത്ത കാര്യം. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ റെഗുലർ ആയിട്ട് കഴിച്ച് അവരുടെ കോഷ്ടം ശരിയാക്കാവുന്ന ഒരു മരുന്ന്. അതുപോലെ ലേഖനം എന്നുള്ള ഗുണം. ലേഖനം എന്ന് വെച്ചാൽ എന്താണ്? ചെത്തിക്കളയാം. അതായത് ഈ കഫത്തിന്റെ അധികമായിട്ടുള്ള കഫം സഞ്ചയത്തിന് ചെത്തിക്കളയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ അത് കോഷ്ടത്തെ നശിപ്പിക്കാനും പാടില്ല, കോശങ്ങൾക്ക് കേടുവരാനും പാടില്ല. അപ്പൊ ആ ഗുണമുള്ള ഒരു സാധനമാണ് സ്വർണം. ബുദ്ധി, സ്മൃതി, മേധാകരം, വൃണഗ്നം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൃണഗ്നം എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. പല വിധത്തിലുള്ള ഇന്റേണൽ വൂൺസ് കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതെല്ലാം ഹീൽ ചെയ്യുന്നതിനും. വാക് വിശുദ്ധിതം, നേത്രം. അപ്പം ബ്രെയിൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഡ്രഗ് എന്താണ്? സ്വർണ്ണമാണ്. അത് രസതരംഗിണിയിൽ പറയുന്നു രസായനാണെന്ന് കൂടിയാണ്. രസായനം എന്ന് വെച്ചാൽ എന്താണ് അറിയാലോ? നമ്മളുടെ ഈ 7 രസം മുതൽ ശുക്ലം വരെയുള്ള ധാതുക്കളുടെ പോക്കിന് ഏറ്റവും ബെസ്റ്റ് രീതിയിലാക്കുന്ന ഒരു ഡ്രഗാണ് ഗോൾഡ്. കാരണം ഈ സ്പേമിൽ വരെ സ്പേം എടുത്തിട്ട് അനലൈസ് ചെയ്യുമ്പം ഓരോ അതിൽ വരെ നമ്മൾ സ്വർണത്തിന്റെ അംശം കാണുന്നുണ്ട്. അപ്പൊ അതായത് പരമമായ ധാതു വരെ എത്തുന്ന, രസം മുതൽ ശുക്ലം വരെ എത്തുന്ന ഒരു മെറ്റലാണ് സ്വർണം. ഭൂതാവേശ പ്രശാന്തി യക്ഷ്മോന്മാദ പ്രശമനം കരം എന്ന് രസരത്ന സമുച്ചയത്തിൽ പറയുന്നുണ്ട്. കാരണം സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല കണ്ടീഷൻസിലും കുട്ടികൾക്ക് ഉണ്ടാവുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത പല ഡിസീസസിലും ഇതിന് ഉപകാരമുണ്ട്. അപ്പൊ ഇത്രയും ഗുണം ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടും ഇമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടും ഒരു കുട്ടിയുടെ നെർവുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ പറയാതിരിക്കുന്നുള്ളൂ, ഒരു നെർവ് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതും ഗുണമുള്ളതുമായിട്ടുള്ള ഒരു ലോഹമാണ് സ്വർണം. സ്വർണം ഒരു കാറ്റലിസ്റ്റ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സ്വർണത്തിന്റെ ആക്ഷൻ സൈറ്റ് എവിടെയാന്ന് നമുക്ക് മനസ്സിലായി. ബ്രെയിനിലും നെർവ് സെല്ലുമാണ്. നെർവ് സെല്ലില് നമുക്ക് ഒരു ഡ്രഗിന് എത്തിക്കണമെങ്കിൽ, ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്ന് നമുക്ക് എത്തിക്കണമെങ്കിൽ അതിന് സ്വർണത്തിന് കഴിയും. ആ സ്വർണത്തിന്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ദ്രവ്യങ്ങൾ, അതാണ് നേരത്തെ പറഞ്ഞ മേധ്യദ്രവ്യങ്ങൾ. മറ്റേ നമ്മൾ പഠിച്ചിട്ടുള്ള മേധ്യരസായനത്തിലുള്ള 4 ദ്രവ്യങ്ങളായാലും മതി. പ്രാക്ടിക്കലി നമ്മൾ അതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മേധ്യദ്രവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ? ബ്രഹ്മി, ഗുളൂജി, മണ്ഡൂകപർണി, വയമ്പ്. ഈ സാധനങ്ങളാണ് നമ്മൾ മേധ്യദ്രവ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മേധ്യദ്രവ്യങ്ങൾ ചരകത്തിൽ പറയുന്നതാണ് മേധ്യരസായനം. ആ മേധ്യരസായനത്തിനെ കൃത്യം ബ്രെയിനിൽ എത്തിക്കണമെങ്കിൽ നമുക്കൊരു വെഹിക്കിൾ വേണം. ആ വെഹിക്കിൾ കൂടിയായിട്ട് സ്വർണം വർക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നം നോക്കൂ, ഈ സ്വർണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആളുകൾക്ക് അറിയില്ല. സ്വർണത്തിനെ ഇപ്പോഴും നാനോ പാർട്ടിക്കിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ചിലരൊക്കെ വളരെ ഹെവി ആയിട്ട് തന്നെ ഒരച്ചൊക്കെ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വളരെ കുറച്ച് മാത്രമാണ് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുള്ളൂ.
അപ്പം അത്രയും ലോസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്വർണ്ണം അങ്ങനെ ഒരുപാട് കഴിച്ചിട്ട് സ്വർണം ചേർന്ന അരിഷ്ടങ്ങള് കഴിച്ചിട്ട് വലിയ ഗുണമൊന്നും ഇല്ലാതെ ആളുകൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതിന്റെ കാര്യം അതാണ്. കോശങ്ങളുടെ സ്ഥിരത വർദ്ധിപ്പിക്കുന്ന നാനോ പാർട്ടിക്കിൾ ആണ് ഗോൾഡ്. അതായത് കോശങ്ങളുടെ സ്ഥിരത എന്ന് വെച്ചാൽ കോശങ്ങളുടെ സ്ട്രക്ചർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പല പ്രത്യേകിച്ച് നെർവ് സെൽസിന്റെ പല ഡാമേജസും വരുന്നുണ്ട്. ഇപ്പൊ മൈലിൻ ഷീത്തിൽ കേടുവരാം, ഡെൻഡ്രൈറ്റ്സിന്റെ പ്രശ്നങ്ങൾ വരാം, ആക്സോണൈറ്റിന്റെ പ്രശ്നം വരാം, ന്യൂക്ലിയസിൽ ഇഷ്യൂ വരാം. അങ്ങനെ പല ഇഷ്യൂവും ഒരു നെർവ് സെല്ലിന് വരാറുണ്ട്. അതിൽ കണ്ടക്ഷൻ പ്രശ്നങ്ങൾ വരാം. അങ്ങനെ ഒരുപാട് രോഗങ്ങളും കുട്ടികളിൽ കാണുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോഴുള്ള കുട്ടികളിൽ ഒരുപാട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് കാണുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ നെർവ് സെല്ലിന്റെ സ്ഥിരത ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ സ്ഥിരത കൈവരിക്കുന്നതിനും സഹായിക്കുന്നു. സ്വർണ്ണം ധാരാളം പോസിറ്റീവ് എനർജി ആകർഷിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ലോഹം കൂടിയാണ് സ്വർണം. ഒരു മനസ്സിനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ രജിസ്റ്റർ ആവാറുണ്ട്. ആ രജിസ്റ്റർ ആവുന്നതിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനങ്ങളും അവരുടെ വളർച്ചയും ആ രീതിയിലായിരിക്കും. അത് ഒരു രാജ്യത്തെ പൗരനെ വളർത്തിയെടുക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നെഗറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയുള്ള ഒരു തലമുറ ഉണ്ടായി കഴിഞ്ഞാലേ നമുക്ക് അറിയാലോ, ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു പത്രവാർത്ത എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ആ ഒരു മാനസികാവസ്ഥ കുട്ടികളുടെ മാറ്റേണ്ടതുണ്ട്. അതിനെ നമ്മൾ സ്വർണത്തെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സ്വർണം മറ്റു ലോഹങ്ങളുമായി പ്രതിപ്രവർത്തനം കുറഞ്ഞ ലോഹമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പല മെറ്റൽസും മിനറൽസും എല്ലാം ഉണ്ടല്ലോ. നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതിൽ പല മെറ്റൽസും ഇതായിട്ട് റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു റിയാക്ഷൻ വരാൻ ഏറ്റവും സാധ്യത കുറഞ്ഞ ഒരു ഡ്രഗാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് എങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഡ്രഗാണ്. അതാണ് സ്വർണം. ഇനി അതിന്റെ ഒരു സയന്റിഫിക് സാധനമാണ് പറയണേ. അത് സ്വർണ്ണഭസ്മ പ്രോസസ് ആന്റി ഓക്സിഡന്റ്, ആന്റി ഡിപ്രസന്റ്, ആന്റി ക്യാൻസറസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആന്റി ബാക്ടീരിയൽ, ആന്റി റുമാറ്റോയിഡ് പ്രോപ്പർട്ടി, ആന്റി ഓക്സിഡന്റ്, ആന്റി ഡിപ്രസൻസ്, ആന്റി ക്യാൻസറസ്, ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി റുമാറ്റോയിഡ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടീസ് എല്ലാം സ്വർണ്ണത്തിന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, നമ്മൾ പറയുന്നതല്ല. ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് എ നെർവൈൻ സ്റ്റിമുലന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ഒരു ഇംഗ്ലീഷുകാരന്റെ ആധികാരികത. As we know, a human brain grows rapidly in 1 to 16 years of life. Swarnabhasma accelerates the growth of brain and boosts up its utilization capacity if Swarna Prashana is done during this phase. കൃത്യമായിട്ട് അപ്പൊ ഏത് പ്രായത്തിൽ ചെയ്യണമെന്ന് കൂടി മനസ്സിലാക്കണം. ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ സമയത്ത് നെർവ് സെൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഇരിക്കുന്ന ഡെൻഡ്രൈറ്റിസിലാണ് ഇതിന്റെ ആക്ഷൻ ഉള്ളത്. അപ്പോഴാണ് നമ്മൾ സ്വർണ്ണഭസ്മം ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആർക്കും ഉപയോഗിക്കണം? 16 വയസ്സ് വരെയുള്ളവർക്ക് ഉപയോഗിക്കാം, അതിനുശേഷമുള്ളവർക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഉപയോഗിച്ച ഒരു കഥ ഞാൻ പറയാം. ഞാൻ മലപ്പുറത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു അറബ് പേഷ്യന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു സെർവിക്കൽ ഇഞ്ചുറിയാണ് പറ്റിയത്. സെർവിക്കൽ വെർട്ടിബ്ര ഫ്രാക്ചർ ആയിട്ട് കഴുത്തിന് താഴെ തളർന്നു കിടപ്പാണ്. യമൻ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് വന്ന ആളാണ്. അയാൾക്ക് അധികം പൈസ ഒന്നുമില്ല. അപ്പൊ അയാള് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. നമുക്ക് അത്ര വലിയൊരു കാരണം ഒരു കോശം പോലും പ്രവർത്തിക്കുന്നില്ല താഴോട്ട്. അയാൾക്ക് ബുദ്ധി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, സംസാരിക്കാം. അപ്പൊ അദ്ദേഹം കുറെ കാലം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം ചെറിയ വ്യത്യാസങ്ങൾ എന്ന് പറയാൻ ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. ആ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയില് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അധികം പൈസ ഒന്നുള്ള ഒരു ആളല്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ പോലും ചിലപ്പം വെടികൊണ്ട് മരിക്കാനായിരിക്കും, എനിക്ക് എഴുന്നേറ്റ് ഓടാൻ പോലും പറ്റില്ലല്ലോ എന്നാ ചോദിച്ചു. അത് കേട്ടപ്പോൾ നമുക്ക് ശരിക്കും ഒരു വിഷമം തോന്നി. അപ്പൊ നമ്മള് എന്നെ പഠിപ്പിച്ച അധ്യാപകരോടും ആളുകളോടൊക്കെ സംസാരിച്ചു. അപ്പൊ അവരെല്ലാം കൂടി, ആചാര്യന്മാരെല്ലാം കൂടി നമുക്ക് പറഞ്ഞു, നിങ്ങൾ സ്വർണ്ണം ഉപയോഗിച്ച് നോക്കൂ. പറഞ്ഞു സ്വർണ്ണം ഉപയോഗിക്കാൻ പൈസ വേണ്ടേ? അപ്പം അതിനെനിക്ക് പറഞ്ഞു തന്ന ഒരു ഐഡിയ, ഈ സ്വർണത്തിന്റെ ഒരു തകിട്, മോതിരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പം എന്തെങ്കിലും ഒരു ലോഹം സ്വർണം നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടാക്കിയിട്ട് അത് വെള്ളത്തിൽ ഇട്ട് വെക്കുക, കുടിക്കുന്ന വെള്ളത്തില്. അതിൽ നാനോ പാർട്ടിക്കിൾസ് എന്തായാലും ഉണ്ടാവും. അത്ര ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ചെന്ന് കഴിഞ്ഞാൽ നെർവ് സ്റ്റിമുലന്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഉപയോഗിച്ചു നോക്കി കുറച്ചു കാലം. ഒരു മാസത്തോളം നമ്മളത് അയാളുടെ കയ്യിലുള്ള ഒരു മോതിരം തന്നെ നല്ല ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത് നന്നായി ചൂടാക്കി റെഡ് ഹോട്ട് ആയി കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് അങ്ങനെ കുറച്ചു കാലം ഉപയോഗിച്ചു. അതിന് ചെറിയ തേയ്മാനം ഇതിന് വന്നെങ്കിലും പുള്ളിയിൽ വന്ന വ്യത്യാസം, പുള്ളിക്ക് ടച്ച് സെൻസിറ്റിവിറ്റി ഉണ്ടായി എന്നുള്ളതാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അതിനപ്പുറം അവർക്ക് ചികിത്സിക്കാനും സാധിക്കില്ലായിരുന്നു.
ടച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് അയാളുടെ വേറെ എവിടെ തൊട്ടാൽ ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ അയാളുടെ കയ്യിലോ വയറിലോ ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു അയാൾക്ക് സെൻസ് അറിയുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അതാണ് ഞാൻ സ്വർണത്തിന് കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അത്രയും ഗുണമുള്ള ഒരു ലോഹാണ് ഗോൾഡ്. ഇനി ആർക്കെല്ലാം, അഞ്ചാമത്തെ ചോദ്യമാണ്, ആർക്കെല്ലാം എത്ര കാലം വരെ ഉപയോഗിക്കാം? നമ്മൾ പറഞ്ഞു 16 വയസ്സ് വരെയാണ്. 16 വയസ്സ് വരെയാണ് പറയാൻ കാരണം ബ്രെയിൻ ഡെവലപ്മെന്റ് ഏജ് ആണ്, അല്ലാണ്ട് ചുമ്മാ 16 വയസ്സ് പറയുന്നല്ല. ഈ പണ്ട് പറഞ്ഞിട്ടുള്ള, അതായത് പ്രാക്ടീസിൽ ഇരിക്കുന്ന ചില മാർഗങ്ങളാണ് എഴുതിയിട്ടുള്ളത്. വെണ്ണയും തേനും ചേർത്ത്, അതായത് കുറച്ച് സ്വർണ്ണം അരച്ചു, വെണ്ണയും തേനും ചേർത്ത് അത് 2 തുള്ളി കൊടുക്കും 6 മാസം വരെ. അതായത് ദിവസവും കൊടുക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. 6 മാസത്തിന് ശേഷം 4 തുള്ളി എന്ന കണക്കില്. അതൊരു മാത്ര പരിപാടിയൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് ദിവസേന കുറഞ്ഞത് 30 ദിവസം, പരമാവധി 150 ദിവസം, അതാണുള്ള 6 മാസം. അപ്പൊ 6 മാസം വരെ കൃത്യമായിട്ട് ഗോൾഡ് ജനിച്ച കുട്ടിക്ക് കൊടുക്കാന്ന് ഉറപ്പായിട്ട് പറയുകയാണ്. പകരമായിട്ട് ഓരോ പുഷ്യ നക്ഷത്രത്തിനും, അത് കാശിപ സംഹിതയിലൊന്നും പുഷ്യ നക്ഷത്രം ഇല്ലേ, അപ്പം ഓരോ 28 ദിവസം എടുത്താൽ മതി. ഒരു 28 ദിവസത്തിലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ദിവസം അത് മിക്കവാറും ശ്രമിക്കണം. 28 ദിവസത്തിന്റെ ഗ്യാപ്പ് ശ്രമിക്കണം. അപ്പൊ നമ്മൾ പ്രാക്ടീസിൽ വരുമ്പം നമ്മുടെ ക്ലിനിക്കിൽ ചിലപ്പോൾ സൺഡേ ആയിരിക്കും പറ്റുന്നത്. ഞാൻ സെക്കൻഡ് സൺഡേ ആണ് ചെയ്തിരുന്നത്. സെക്കൻഡ് സാറ്റർഡേ അവധി കിട്ടും. അപ്പൊ സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞുള്ള സെക്കൻഡ് സൺഡേ ആണ് ഞാൻ ചെയ്തിരുന്നത്. അതായിരുന്നു എന്റെ ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ദിവസവും ആളുകൾക്ക് വരാൻ പറ്റിയ ദിവസവും. അങ്ങനെ 30 ഡോസ് വരെ കൊടുക്കാന്നാണ്. അതായത് ഒരു വർഷത്തില് നമ്മൾ 12 ഡോസ് കൊടുക്കും. 30, 36, 3 വർഷം വരെ ചെയ്യാന്നാണ്. ഞാൻ മാക്സിമം ചെയ്തിട്ടുള്ള ഒരു കുട്ടി 3 വർഷം വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗുണമുണ്ട്. ആ കുട്ടിക്ക് ഇപ്പോഴും ഒരു പ്രത്യേകിച്ച് ഒരു അസുഖമില്ല. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ എന്റെ മുന്നിലും അതിന്റെ ഒരു പ്രൂഫ് ഉണ്ട്. വിവിധ പഠനങ്ങളിൽ നിന്ന് ഈ സ്വർണത്തിന്റെ ഭസ്മം എത്ര എടുക്കാന്നുള്ളതാണ്. അപ്പൊ സ്വർണം എങ്ങനെ ചേർക്കണം എന്നുള്ളതിന് ഇപ്പൊ ഒരു തീരുമാനമായി. സ്വർണ്ണ ഭസ്മമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. സ്വർണ്ണം ഭസ്മമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇത് കൂടുതൽ നാനോ പാർട്ടിക്കിൾ ആവുകയും ചെയ്യും. നമുക്ക് ഈ ഹെവി മെറ്റൽ ടോക്സിസിറ്റി എന്നുള്ള ഇഷ്യൂ ഇല്ല. കാരണം സ്വർണ്ണം എങ്ങനെ ഭസ്മാക്കണമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. സ്വർണ്ണം ആദ്യം എങ്ങനെ ശുദ്ധീകരിക്കാന്ന് അറിയണം. സ്വർണ്ണം എന്ന് ഇവിടെ നമ്മൾ പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സ്വർണ്ണമല്ല, തങ്കമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കോപ്പർ ചേർന്നാണല്ലോ ഇപ്പോഴത്തെ സ്വർണം. കോപ്പർ ചേരാത്ത സ്വർണത്തിന്റെ കാര്യമാണ് പറയുന്നത്. തങ്കം എടുത്തിട്ട് തങ്കം എങ്ങനെയാ ശുദ്ധീകരിക്കാന്ന് വെച്ചാൽ തങ്കത്തിന്റെ ശോധന വളരെ സിമ്പിൾ ആണ്. ഗൈരികം അല്ലെങ്കിൽ നല്ല ഇഷ്ടിക, ഗൈരികം ചേർത്ത് ഉരച്ച് ക്ലീൻ ചെയ്തിട്ട് കഴുകിയെടുക്കുക അല്ലെങ്കിൽ ഉണക്കിയെടുക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്വർണത്തിന്റെ ശോധനയാണ്. അത് വെച്ചാൽ സ്വർണത്തിലെ എക്സ്റ്റേണൽ ഇംപ്യൂരിറ്റീസ് വരാൻ വളരെ സാധ്യത കുറവാണ്. ഗോൾഡാണ് ആകെ, ഗോൾഡ് അല്ല മെർക്കുറിയാണ് ആകെ ചേരുന്നത്. മെർക്കുറി ഗന്ധകവും ആണ് ആകെ കോമ്പിനേഷൻ വരുന്നുള്ളൂ. അതാണ്. അപ്പൊ ശോധന ചെയ്യാന്ന് വെച്ചാൽ വേറെ എക്സ്റ്റേണൽ ഇംപ്യൂരിറ്റീസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈരികം ചേർക്കുന്നത്. പിന്നെ മൃദീകരണം, അതായത് മാരണം എന്ന് പറയുന്ന സാധനം, അതായത് ഭസ്മീകരണം, അതിനെ ഇങ്ങനെ ശോധന ചെയ്ത സ്വർണം നമ്മൾ അഗസ്ത്യയിലയുടെ നീരോ വേലിപ്പരുത്തിയുടെ നീരോ, അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ഏകദേശം ഒരു 10 മെത്തേഡോളം പല പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. ഇതുമായിട്ട് ഇത് ചേർത്ത് രസവും ഗന്ധകവും കൂടി ചേർക്കാം, അല്ലെങ്കിൽ ശുദ്ധി ചെയ്ത മെർക്കുറി സൾഫറും കൂടി ചേർത്ത് ഒരു അമാൽഗമേഷൻ ഉണ്ടാക്കി ആ അമാൽഗത്തിനെ ചെറിയ അരച്ച്, അതായത് അങ്ങനെ ചെയ്യാം, അരയ്ക്കാം. അല്ലെങ്കിൽ അത് ഒരു കാര്യം വിട്ടുപോയി, ശോധനത്തില് മറ്റേ ലോഹത്തിന്റെ ശോധനം കൂടി ഉപയോഗിക്കാം. തൈലേ തക്കറേ ഗവാമൂത്രേ ആരനാളെ കുലത്തച്ചി എന്ന് പറഞ്ഞ ആ മെത്തേഡിൽ കൂടി നമുക്ക് ഇതിന്റെ ശോധന ചെയ്യാം. മാരണത്തിലാണ് അഗസ്ത്യയിലയുടെ ചാരോ വേലിപ്പരുത്തി ചാരോ ചേർത്ത് അല്ലെങ്കിൽ ലവണങ്ങളും കൂടി ചേർത്ത് മെർക്കുറിയും ഗന്ധകവും ചേർത്ത് അരച്ച് ചക്രീയാക്കിയിട്ട് ഗജകൂടാണ് ചെയ്യുന്നത്. അത്യാവശ്യം ആ ഹീറ്റാണ് വേണ്ടത്. 1050 മെൽറ്റിംഗ് പോയിന്റ് എന്ന് സ്വർണത്തിന്റെ. അപ്പം അത്രയും ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം ഭസ്മമായിട്ട് മാറും. ആ ഭസ്മം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് സേഫറും, കുറച്ചും കൂടി സേഫറും അതാണ്. അപ്പൊ അതിന്റെ സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അപ്പൊ എത്ര ഉപയോഗിക്കാം? നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന മാക്സിമം ഡോസ് എന്ന് പറയുന്നത് 15 മുതൽ 30 മില്ലിഗ്രാം ആണ് ഒരു ദിവസം ഉപയോഗിക്കാവുന്നത്. പക്ഷെ അതിനെയും കൂടി കുറച്ചും കൂടി സയന്റിഫിക്കലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 3.9 മില്ലിഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൽ കാണുന്നുണ്ട്. അതാണ് കുറച്ചും കൂടി സത്യം. അത്ര സ്വർണ്ണേ ശരിക്കും ശരീരത്തിൽ ആവശ്യമുള്ളൂ. 3.9 മില്ലിഗ്രാം ഒരു ദിവസം ചെന്നാൽ തന്നെ കുറച്ചു കാലം അത് ശരീരത്തിൽ ഉണ്ടാവും. അത്ര സ്വർണം നമ്മുടെ ശരീരത്തിൽ മതി. സ്വർണ്ണ ഭസ്മം ഉപയോഗിച്ചാൽ മതി. അപ്പൊ അതിൽ ചെറിയൊരു അളവിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഈ സ്വർണ്ണ പ്രാശം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വർണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യത്തെ ശ്ലോകം.
വിനാ ഭില്ലുഫലം ചാത്ര സർവമന്യത് പ്രശസ്യതേ. അതായത് ഭില്ലുഫലം, കൂവളത്തിന്റെ ഇപ്പൊ ആരും കഴിക്കാറൊന്നുമില്ല. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഇനി സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം അത് അതിന്റെ ടോക്സിറ്റിനെ അബ്സോർബ് ചെയ്യുന്ന, അതായത് ടോക്സിറ്റി കുറയ്ക്കുന്ന സാധനമായിരിക്കും. അല്ലെങ്കിൽ സ്വർണത്തിന്റെ ആക്ഷനെ കുറയ്ക്കുന്ന സാധനമാണ് ഭില്ലുഫലം. അത് നമ്മൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അന്യഭേഷജ സഹായാത് കരോതി വിവിധാം ഗുണാൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു മിനറല് അത് ഹെർബുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുമ്പം അതിന്റെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ ഇരട്ടിയായിട്ട് വർദ്ധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സത്യം പറഞ്ഞാല് ഈ ഡ്രഗുകളെ ആക്റ്റീവ് ചെയ്യും. പിന്നെ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞു, ഞാൻ പലപ്പോഴും പറഞ്ഞു, തേൻ ചേർത്തും നെയ്യ് ചേർത്തുമാണ് സ്വർണ്ണം ഉപയോഗിക്കുന്നത്. തേൻ ചേർത്തും നെയ്യ് ചേർത്തും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താ? ഈ തുല്യ അളവിൽ ഉപയോഗിക്കാൻ പറ്റില്ല വിരുദ്ധാണ്. അപ്പം ഇവിടെ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് തുല്യ അളവിലാണ്. അത് എന്തുകൊണ്ടാണ്? അതാണ് പറയുന്നത്. വാക്സിനേഷന്റെ പ്രിൻസിപ്പിൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ ചെറിയ അളവിൽ ഒരു വിഷം കുത്തിവെക്കുകയാണ്, അല്ലെ? ഇപ്പൊ കോവിഡ് വാക്സിനിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? കോവിഡ് വാക്സിൻ കുത്തിവെക്കുമ്പോൾ എല്ലാവർക്കും പനി ഉണ്ടാവുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു കുറെ പേർക്കൊക്കെ. അതിന് കാരണം എന്താ? അത് ചെറിയ അളവിലുള്ള കോവിഡ് തന്നെയാണ്, കോവിഡ് വൈറസ് തന്നെയാണ്. അതിനെ ശരീരത്തിലേക്ക് എടുത്തു വിട്ടിട്ട് ആന്റിബോഡീസ് ഉണ്ടാക്കുകയാണ് നമ്മുടെ പരിപാടി. ആന്റിജൻ കുത്തിവെച്ചിട്ട് ആന്റിബോഡീസ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പം ചെറിയ അളവില്, എന്തുകൊണ്ട് ചെറിയ അളവിൽ എന്ന് പ്രത്യേകം പറയണം, ചെറിയ അളവില് ഘൃതവും മധുവും തുല്യ അളവില്, അതായത് തുല്യ അളവിലുള്ള ഘൃതവും മധുവും എന്താണ്? വിഷാണ്. ആ ചെറിയ അളവിൽ, അതായത് മാസത്തിൽ ഒരിക്കല് ചെറിയ അളവിൽ നമ്മളിങ്ങനെ വിഷം കൊടുത്ത് എന്തുണ്ടാക്കണം? നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. അതും ആന്റിബോഡീനെ ക്രിയേറ്റ് ചെയ്യും. അതാണ് സത്യം പറഞ്ഞാൽ സ്വർണ്ണപ്രാശത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ടെക്നിക്. അതുകൊണ്ടാണ് സ്വർണ്ണപ്രാശത്തിന് ഓറൽ വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പം സ്വർണവും മധുവും ഘൃതവും തുല്യ അളവിൽ ചേർത്തിട്ട് സ്വർണവും മറ്റു മരുന്നുകളും കൂടി ചേർത്ത് ഉപയോഗിച്ചാൽ എന്താണ്? ഒരേ സമയം നമുക്ക് വാക്സിനേഷന്റെ പ്രിൻസിപ്പിളും കിട്ടും, ഒരേ സമയം ഡ്രഗ് ആക്ഷൻ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ രണ്ട് തരത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ഇപ്പൊ ഈ വാക്സിനേഷൻസിലെല്ലാം മോഡേൺ ഡോക്ടേഴ്സ് എല്ലാം അല്ലെങ്കിൽ മോഡേൺ ഡ്രഗ് കമ്പനീസ് എല്ലാം വാക്സിനേഷനിൽ ഗോൾഡിന്റെ പ്രത്യേകത തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് പാർട്ടിക്കിൾസിനെ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഒരു വാക്സിൻ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലാണ്. ഇത് എത്രയോ മുന്നേ തന്നെ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ വൈഡ്ലി പ്രാക്ടീസ് ആയില്ലോ. നമ്മൾ എല്ലാവരും വേണം ഇനി ഇതിനൊരു വൈഡ്ലി പ്രാക്ടീസ് കൊടുക്കാൻ. പിന്നെ നമ്മൾ പ്രാക്ടിക്കലി പറയുന്ന ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യത്തില്, ഉപയോഗിക്കുന്ന ദിവസം ഫ്രീ റാഡിക്കൽസ് കുറഞ്ഞ ഭക്ഷണം. അതായത് ഈ സ്വർണത്തിന്റെ സ്വഭാവമുണ്ട്, സ്വർണ്ണം ഈ വിഷത്തെ മുഴുവൻ പിടിക്കും. ഈ വിഷം എന്ന് പറയുന്നതാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞ തിയറി. അപ്പൊ ഈ വിഷത്തെ പിടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ അതിന്റെ ആക്ഷൻ അതിനു വേണ്ടി പോകും, അല്ലാതെ ഡ്രഗിന്റെ ആക്ഷന് വേണ്ടിയിട്ട് പോവില്ല. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി എന്ത് നമ്മൾ ചെയ്യണം? നമ്മൾ ഇത് കഴിക്കുന്ന ദിവസം കൂടുതൽ ഫ്രീ റാഡിക്കൽസ് കുറഞ്ഞ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരുപാട് നോൺ വെജ് അല്ലെങ്കിൽ സ്പൈസി ഫുഡ്, ഗൂഗുലിതം പറയുന്ന പഥ്യം എന്ന് വിചാരിച്ചാൽ മതി. ഗൂഗുലിതം പറയുന്ന പഥ്യം, ആ പഥ്യം ചെയ്താൽ എന്തുണ്ടാവും? നമുക്ക് ഈ സ്വർണത്തിന്റെ കൃത്യം ആക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ സാധാരണ ഒരു കുട്ടി സ്വർണ്ണപ്രാശത്തിന് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അന്നേ ദിവസം നോൺ വെജ് ആഹാരം, അതുപോലെ എരിവും കൂടിയുള്ള അധികമുള്ള ആഹാരം കൊടുക്കരുത്. പകരം ഹസനിലൊക്കെ നമ്മൾ കണ്ട കാര്യം, ഈ സ്വർണ്ണബിന്ദു പ്രാശം 2-4 തുള്ളി ഡോസ് അനുസരിച്ച് കൊടുത്തതിന് ശേഷം അവർ ഷെയ്ക്ക് കൊടുക്കും. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ പാലാണ് കൊടുക്കുന്നത്. പാലില് മണ്ടൂക്ക പറഞ്ഞ സ്വരസം ചേർത്ത് പഞ്ചസാര, കൽക്കണ്ടാണ് ചേർക്കുന്നത്, കൽക്കണ്ടവും ചേർത്തിട്ട് അതൊരു ചെറിയ അളവിൽ കൊടുക്കും. ഒരു 10-50 മില്ലി ഒക്കെ കുടിക്കാനായിട്ടും കൊടുക്കും. അത് കുട്ടികൾക്ക് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. അങ്ങനെ കൊടുക്കും. അതായത് സ്നിഗ്ധവും മധുരവുമായിട്ടുള്ള ആഹാരം ആണ് നമ്മൾ സ്വർണ്ണപ്രാശനത്തിന്റെ അന്ന് ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫാർമക്കോളജി? അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇത്രയും സയന്റിഫിക് ഒക്കെയാണ് കാര്യങ്ങൾ. 56 മുതൽ 57 നാനോ പാർട്ടിക്കിൾസ് വരെയുള്ള ഗോൾഡ് ആഷ്, സ്വർണത്തിന്റെ ഭസ്മം, അത് പെരിറ്റോണിയൽ മാക്രോഫേജസ്, ഫാഗോസൈറ്റിക് ഇൻഡെക്സ്, ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചിങ് ആക്ടിവിറ്റി, ബ്രെയിൻ കാറ്റക്കൊലാമൈൻസ്, 5-HT ആൻഡ് പ്ലാസ്മ കോർട്ടിസോൺ ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നും സഹായിക്കുന്നും പഠനം വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ പഠനമൊന്നുമല്ല, ആയുർവേദക്കാരുടെ പഠനമൊന്നുമല്ല, ടോക്സിക്കോളജിയുടെ ഇന്ത്യൻ മെഡിക്കൽ റെസിഡൻസ് ജേണലിൽ വന്നിട്ടുള്ള, ഇമ്മ്യൂണോ ഫാർമക്കോളജിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള, ബയോളജിക്കൽ ഇമ്മ്യൂണോ ഫാർമക്കോളജി എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൽ വന്നിട്ടുള്ള, പുസ്തകത്തിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് സ്വർണത്തിന്റെ. ഇത് നമ്മളല്ല പറയുന്നത്. അപ്പൊ സ്വർണത്തിന്റെ ഗുണം നോക്കൂ. സ്വർണം എന്തൊക്കെ ചെയ്യുന്നു? ഇതല്ലേ ശ്ലോകത്തിൽ കുറച്ചു മുന്നേ പറഞ്ഞത്? ഇത് തന്നെയാണ് ശ്ലോകത്തിൽ കുറച്ചു മുന്നേ പറഞ്ഞത്. ആ കാര്യത്തിനെ പറ്റിയാണ് മോഡേൺ റിസർച്ച് അതിന് തെളിയിക്കുന്ന, സാധൂകരിക്കുന്ന ഒരു മോഡേൺ റിസർച്ച് ആണിത്.
അതായത് സ്വർണ്ണപ്രാശൻ എന്ന് പറയുന്നത് ഒരു ഹെർബോ മിനറൽ കോമ്പിനേഷൻ ആണ്. ഹെർബോ ധാതുക്കളുടെ ഒരു തയ്യാറാക്കലാണ് സ്വർണ്ണാമൃത പ്രാശനം. ഇത് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രക്രിയ, നമ്മൾ സെല്ലിന്റെ പല പഠനങ്ങളും ഇമ്മ്യൂണിറ്റി പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഫിസിയോളജിയിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു സാധനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്ലസ് ടുവിലും പഠിക്കുന്നുണ്ട്. ഫാഗോസൈറ്റോസിസിലൂടെയാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഇത് വർദ്ധിപ്പിക്കുന്നത്. ഇനി ഇതിൽ ഓരോ ഡ്രഗ്, ഇതിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സിന്റെ ഗുണമാണ് പറയുന്നത്. ബ്രഹ്മി ആണെങ്കിൽ നമുക്ക് എന്താവും, മെമ്മറി ഉണ്ടായിരിക്കും. അതുപോലെ ഡിസ്ലെക്സിയ പോലുള്ള കണ്ടീഷൻസിലെല്ലാം വളരെ ഉപയോഗപ്രദമാണ്. ഇത് വയമ്പാണ് ഉപയോഗിക്കുന്നതിൽ അതിന് ഇമ്മ്യൂണോ മോഡുലേറ്ററി ആക്ഷൻ ഉണ്ട്. വയമ്പിന് ഇരട്ടി മധുരമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇമ്മ്യൂണോ മോഡുലേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ ഇത് സൂത്തനിങ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് ഇരട്ടി മധുരം. സൂത്തനിങ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. അപ്പൊ ഈ തൊണ്ടയിൽ നിന്ന് ഇത് കടന്നു പോകണമെങ്കിൽ ഇരട്ടി മധുരം ചെറിയ അളവിലുണ്ടെങ്കിൽ സൂത്തനിങ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും പെനിട്രേറ്റ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആണ് ഇരട്ടി മധുരം. അപ്പൊ ഇരട്ടി മധുരം അതുപോലെ വൂണ്ട് ഹീലിങ്ങിനും ഹെൽപ്ഫുൾ ആയതുകൊണ്ട് ഇന്റേണൽ ഉണ്ടായിട്ടുള്ള സെല്ലുലാർ ലെവൽസിലുള്ള വൂൺസിലെല്ലാം ഉപയോഗപ്രദമായിരിക്കും. ഗുളൂജി എന്ന് പറഞ്ഞത് ശമനാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഗുളൂജി രക്തധാതുവായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഡ്രഗാണ്. അപ്പൊ ഗുളൂജി നമ്മുടെ രക്ത വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യും. തിപ്പിലി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ എൻഹാൻസർ ആണ്. ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ മുന്നേ നടത്തിയിട്ടുണ്ട്. ബയോ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശ്വാസകോശത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന, അതായത് കോവിഡ് വന്ന ആളുകൾക്കെല്ലാം 10% ശ്വാസകോശം നഷ്ടപ്പെടുന്നുണ്ടെന്ന് പഠനമുണ്ട്. CT സ്കാൻ ഒക്കെ വരാൻ പോവാണ്. അപ്പം ശ്വാസകോശത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പ്രഭാവം ഉണ്ട്. അപ്പം തിപ്പലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ചേർക്കുന്ന സ്വർണ്ണപ്രാശനത്തിൽ ഇനി എന്തുണ്ടാവും? തിപ്പലി ഉണ്ടാവും. മരീചത്തിൽ ആൽക്കലോയിഡ് ഉണ്ട്, പൈപ്പറിൻ എന്ന് പറഞ്ഞ സാധനമാണ്. കുരുമുളകാണ്, നമുക്കറിയാലോ. അത് ദഹന പ്രക്രിയ ഇംപ്രൂവ് ചെയ്യും. അതായത് ഒരു ഡ്രഗ് കഴിച്ചാൽ ആ ഡ്രഗ് ശരീരത്തിൽ പോയി ദഹിച്ച് രക്തവ്യവസ്ഥയിലൂടെ പോകുന്ന വഴിയിലെല്ലാം ഗുണമുണ്ടാക്കി അതിന്റെ ആക്ഷൻ സൈറ്റിൽ എത്തുന്ന ഒരു മെത്തേഡിലേക്ക് ചേരുന്ന ഡ്രഗ്സ് ആണ് നമ്മൾ ചേർക്കേണ്ടത്. ഇത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു പഠനമാണ് സ്വർണ്ണബിന്ദു പ്രാശനം ആൻഡ് ആൻഷ്യന്റ് അപ്രോച്ച് ടു ഇംപ്രൂവ് ഇൻഫൻസ് ഇമ്മ്യൂണിറ്റി. ഇവര് വളരെ നല്ല സയന്റിസ്റ്റുകളാണ്. ഇവർ ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ പ്രഭുദാസ് നിലാത്തൂരി, പൃഥ്വിരാജ് നാഗരാജൻ, സതീഷ് കുമാർ സഭാപതി ആൻഡ് രവികുമാർ സംബന്ധ്, ഇവർ റിസർച്ചേഴ്സ് ആണ്. ഇവർ സ്വർണ്ണപ്രാശത്തെ കുറിച്ച് കേട്ട് ഇവർ ചെയ്തൊരു റിസർച്ചാണ്. ഈ വർഷം പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ ആണിത്. ഒരു ഗംഭീര ആർട്ടിക്കിൾ എന്നേ പറയാനുള്ളൂ. കാരണം അതിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഈ സ്വർണ്ണ എങ്ങനെയാണ് നമ്മൾ സ്വർണ്ണപ്രാശം കഴിച്ചാൽ നമ്മൾ പറയില്ലേ നമ്മുടെ ഡ്രഗിന്റെ ആക്ഷൻ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എപ്പോഴത്തെ ഒരു ചോദ്യം. നമ്മുടെ ഡ്രഗിന്റെ ആക്ഷൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് സ്വർണ്ണപ്രാശം ശരീരത്തിൽ ആക്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഹൈപ്പോത്തറ്റിക്കലും റിസർച്ചറും ആയിട്ടുള്ള ഒരു ഡാറ്റയാണിത്. അത് ഒന്ന് നിങ്ങൾ കാണേണ്ടതാണ്. ഇതിലൊരു പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ സ്വർണ്ണപ്രാശം ആക്ട് ചെയ്യുന്ന ഡെൻഡ്രൈറ്റ്, നമ്മൾ ന്യൂറോൺ ഡെൻഡ്രൈറ്റിക് സെൽ എന്ന് പറഞ്ഞല്ലോ, ഈ ഡെൻഡ്രൈറ്റിക് സെൽസിലാണ്. അവിടോട്ട് ഈ ഡ്രഗ് നമ്മൾ അബ്സോർബ് ചെയ്ത് പോയി. എന്നിട്ട് ഈ ഡ്രഗ്സിലേക്ക്, ഈ ഡെൻഡ്രൈറ്റിക് സെൽസിലേക്ക് എല്ലാവരും കൂടിയിട്ട്, അതായത് ഒരു കോമ്പിനേഷൻ ആണ്. നമ്മൾ ഹെർബ്സ് ഉണ്ട്, ഇതിന്റെ കൂടെ തേനുണ്ട്, നെയ്യുണ്ട്, സ്വർണ്ണമുണ്ട്. ഇതെല്ലാം കൂടി ചെന്നിട്ട് ഒരു മൊസൈക്ക് പരുവത്തിൽ, അങ്ങനെ പറയാം, മൊസൈക്ക് പോലെയാണ് ഈ ഡെൻഡ്രൈറ്റിന്റെ കോശങ്ങളുടെ ഉള്ളിൽ, അതായത് ഡെൻഡ്രൈറ്റ്സ് വളരുന്ന കോശങ്ങളാണ്, കംപ്ലീറ്റ് ഇമ്മച്ചുർ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയും. അതിന്റെ ഉള്ളിൽ കയറിപ്പോകും. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് മെച്ചുർ ആവുന്നില്ലേ, മെച്ചുർ ആവുമ്പം ഇതില് റെസ്പോൺസ് ഉണ്ടാവും ഇതിനനുസരിച്ചിട്ട്. അതായത് ഈ മൊസൈക്ക് പോലെയുള്ള സാധനങ്ങൾ ഈ കോശത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതായിട്ട് അതിന്റെ അവിടെയുള്ള ടീരിഫോസൈറ്റ്സും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആന്റിബോഡി ഉൽപ്പാദിക്കുമ്പോൾ അതിനാവശ്യമുള്ള സൈറ്റോകൈനിൻസും കൂടി ഉൽപ്പാദിപ്പിക്കും. ഇപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കാണും. ഈ സൈറ്റോകൈൻ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കോവിഡിൽ. സൈറ്റോകൈൻ സിൻഡ്രോം വന്നിട്ടാണ് നമുക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടി മരിച്ചു പോകുന്നത്. അപ്പം കൃത്യമായ അളവിൽ സൈറ്റോകൈൻസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു ചെയിൻ ശരീരത്തിൽ ഫോം ചെയ്യാൻ എന്ത് സഹായിക്കും? കൃത്യമായുള്ള സ്വർണ്ണപ്രാശം സഹായിക്കുന്നതാണ് ഞാൻ ഇതിലൂടെ പറയാൻ സാധിക്കുന്നത്. അതാണ് ഇവർ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. The potential application of Swarnaprashana in immunomodulation is the development of both prophylactic and therapeutic vaccine. അതാണ് ഒരു വാക്സിൻ എപ്പോഴാണ് പ്രൊഫൈലാറ്റിക്കും തെറാപ്യൂട്ടിക് ആയിട്ടുള്ള വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാക്സിൻ ഉണ്ടെങ്കിൽ അത് സ്വർണ്ണപ്രാശം ആണെന്നാണ് ഇവർ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രൊഫൈലാറ്റിക്, അത് നമുക്ക് രോഗം വരാതിരിക്കുകയും ചെയ്യും, നമുക്ക് ചികിത്സിക്കാനും പറ്റും. അങ്ങനത്തെ ഒരു വാക്സിൻ ആയിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇത്. ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ് ഈ കാണുന്നത്.
ആ ഡെൻഡ്രൈറ്റിസിൽ മൊസൈക്ക് പോലെ മോൾ ഭാഗം ശ്രദ്ധിച്ചറിയാം, ആ മൊസൈക്ക് പോലെ എല്ലാം കൂടി ചെന്നു. അത് അവിടുന്നാണ് അതിന്റെ റിയാക്ഷൻ വന്നിട്ടാണ് TH1, TH2, TH17 എന്നൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം ഈ കോശത്തിന്റെ ആക്ഷൻ നിമിത്തം ഉണ്ടാകുന്ന കോമ്പണൻസ് ആണ്. ഈ കോമ്പണൻസ് ആണ് നമുക്ക് ആന്റിബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഇതാണ് സൈറ്റോടോക്സിക് T സെൽസ് ആയിട്ട് മാറുന്നതും. അതായത് ചെറിയ അളവിൽ ഒരു ടോക്സിൻ തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഹൃദയം അതും ഒരു സൈറ്റോടോക്സിൻ ആവുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി വളരെ പ്രാക്ടിക്കലായ കാര്യമാണ്, അതിനെക്കുറിച്ച് എഴുതിയില്ല ഞാൻ എന്നുള്ളൂ, ഞാൻ പറയാമെന്ന് വിചാരിച്ചു, കാരണം കേൾക്കല്ലേ ചെയ്യുന്നേ. അപ്പൊ ഇത് നോക്കിയിരിക്കുന്നേക്കാളും നമുക്ക് കേട്ടാൽ ഓർമ്മ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ അത് എഴുതാഞ്ഞത്. അനുഭവം എന്ന് വെച്ചാൽ ഒരു ചെറിയ ക്ലിനിക്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഒരു ചെറിയ ക്ലിനിക്കിൽ നമ്മൾ മാസത്തിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെ, അതാണല്ലോ കാര്യം. 10 പേർക്ക് വെച്ച് ഞാൻ പറയാം. 10 പേർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ 10 മില്ലിഗ്രാം സ്വർണ്ണമാണ് വേണ്ടത്, സ്വർണ്ണ ഭസ്മാണ് വേണ്ടത്. ഈ സ്വർണ്ണ ഭസ്മം എവിടെ നിന്നെല്ലാം കിട്ടും? ഈ റോ ഡ്രഗ് എവിടെ നിന്ന് കിട്ടും? സ്വർണ്ണ ഭസ്മം പ്രധാനപ്പെട്ട ഫാർമസികളായ ദൂത് പാവേശ്വർ, ബൈദ്യനാഥ്, ഉമാ ഫാർമസി, ഡാബർ, കോട്ടക്കിൽ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. വില ഏകദേശം 10 മില്ലിഗ്രാമിന് ഒരു 350 രൂപ മുതൽ 400 രൂപ വരെ വരും. സ്വർണത്തിന്റെ മാർക്കറ്റ് റേറ്റ്, തങ്കത്തിന്റെ മാർക്കറ്റ് റേറ്റിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ 10 മില്ലിഗ്രാമിന് വരുന്ന ഏകദേശം 350 രൂപയാണെന്ന് കണക്കാക്കൂ. 10 മില്ലിഗ്രാം ഉണ്ടായാൽ നമുക്ക് 10 കുട്ടികൾക്ക് ചെയ്യാം. 10 കുട്ടികൾ എന്ന് വെച്ചാൽ 10 വയസ്സിന് താഴെയുള്ള 10 കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് എങ്ങനെയാണ്? അപ്പം ഒരു 10 മില്ലിഗ്രാം സ്വർണ്ണഭസ്മം എടുത്തു. ഇത് പക്ഷെ ആദ്യം നമ്മൾ സ്വർണ്ണഭസ്മം അല്ല ചേർക്കുക. ആദ്യം നമുക്ക് വേണ്ട 2 സാധനങ്ങളേ ഉള്ളൂ, ഒരു മോട്ടറും ഒരു പെസിലും. ഈ സാധനം എല്ലാ എംബ്ലത്തിലും ആയുർവേദത്തിന്റെ സകലമാന സ്ഥലത്തും കാണുന്ന സാധനമാണ് മോട്ടറും പെസലും. ആ ഒരു മോട്ടറും പെസലും ഉണ്ടെങ്കിൽ, നല്ല ഒരു പോർസിലൈൻ മോട്ടറും പെസലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. കാരണം പോർസിലൈൻ തന്നെ വേണമെന്ന് പറയാൻ കാരണം, പോർസിലൈൻ ചൂടുവെള്ളത്തിൽ നമുക്ക് വെക്കേണ്ടി വരും കുറച്ചു നേരം. അതുപോലെ പോർസിലൈൻ ആണെങ്കിൽ റിയാക്ഷൻസ് ഉണ്ടാവില്ല. പിന്നെ ഈ കല്ലിന്റെ പോലെ ചെറിയ ചെറിയ ഹോൾസ് ഇല്ലല്ലോ, അപ്പൊ കൂടുതൽ സമയം അതിൽ പിടിച്ചിരിക്കില്ല. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്, ഒരു മോട്ടറും പെസലും. ആ മോട്ടറും പെസലിലേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ അല്പം തേൻ ഒഴിക്കണം. ഇത് എന്റെ മെത്തേഡാണ് കേട്ടോ, ഞാൻ ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ് പറയുന്നത്. ഏകദേശം എല്ലാവരുടെ മെത്തേഡ് ഇതിനോട് സിമിലർ ആണ്, പക്ഷെ ഞാൻ കുറച്ചും കൂടി അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊരു ലേഹ്യം പരുവത്തിലാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. അപ്പൊ അത് കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പമുണ്ട്. ഈ ഡ്രോപ്സിന്റെ പ്രശ്നം ഒന്ന് തല തിരിച്ച് ഒരു ഡ്രോപ്പ് മിസ്സായി പോകും, അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. കുട്ടികളല്ലേ, കുട്ടികൾ വായിലേക്ക് ഒരു ഡ്രോപ്പ് ചെല്ലുമ്പോൾ ചിലപ്പോൾ തല തിരിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് മിസ്സാവും. അപ്പൊ നമ്മുടെ ഒരു ഗോൾഡ് പാർട്ടിക്കിൾ അങ്ങ് മിസ്സായി പോകും. അപ്പൊ അത് മിസ്സിങ് കുറയ്ക്കാനും കുട്ടികൾക്ക് മധുരം വളരെ ഇഷ്ടമുള്ളത് കൊണ്ടും ഇത്രയും ഗുണമുള്ള ഒരു ഡ്രഗ് കുറച്ചുപോലും വേസ്റ്റ് ആവരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പൊ അതിന് ആ മോട്ടർ ആൻഡ് പെസലിലേക്ക് ആദ്യം നമ്മൾ അല്പം തേൻ ചേർക്കുക. ആ തേൻ എന്തായിരിക്കണം? നല്ല തേനായിരിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നല്ല തേൻ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് നല്ല ചെറുതേൻ കിട്ടാനുണ്ടായിരുന്നു. നല്ല വിലയുണ്ട്, 1500 രൂപയോളൊക്കെ ഉണ്ട് ഒരു വലിയ ബോട്ടിൽ തേനിന്. അത് ഒറിജിനൽ തന്നെയാണ്, അങ്ങനെ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ ഉപയോഗിക്കാവുന്നത് തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ സംസ്കൃത മധു ഉപയോഗിക്കാം. ഒരു അവൈലബിലിറ്റി ഇല്ലെങ്കിൽ, ഏറ്റവും മോശ അവസ്ഥയിലാണ് പറയുന്നത്, സംസ്കൃത മധു ഉപയോഗിക്കാം. അപ്പൊ അത് എടുത്തു. അത് എത്ര എടുക്കണം? 10 മില്ലി എടുക്കണം. 10 മില്ലി എന്നെടുക്കണം. 10 മില്ലി 2 ടീസ്പൂൺ തേൻ എടുക്കണം. 2 ടീസ്പൂൺ തേൻ ഇട്ടിട്ട് നമ്മൾ ഈ പെസിൽ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യണം. നമ്മൾ വസ്തി കൂട്ടുന്ന പോലെ തന്നെ വേണം ഇത് ചെയ്യാൻ. അത്രയും സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇതിന്റെ മൂവ്മെന്റിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ പിന്നെ ചെയ്യുന്ന എന്താണ്? നമ്മൾ ചൂർണദ്രവ്യങ്ങൾ ചേർക്കുകയാണ്. ചൂർണദ്രവ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ വജയുടെ ചൂർണം, ഗുളുജി ചൂർണം, ബ്രഹ്മിയുടെ ചൂർണം, ഇതെല്ലാം അവൈലബിൾ ആണ്. ഇനി ഇതൊന്നുമില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് സാരസ്വത ചൂർണം അവൈലബിൾ ആണ്. സാരസ്വത ചൂർണം കിട്ടുമല്ലോ. സാരസ്വത ചൂർണത്തിൽ നമ്മൾ മേൽ പറഞ്ഞ എല്ലാ ഡ്രഗ്സും ഉണ്ട്. അപ്പം സാരസ്വത ചൂർണം എടുക്കാം. സാരസ്വത ചൂർണം എത്ര ചേർക്കണം എന്നുള്ളതാണ്. അത് 5 ഗ്രാമാണ് നമ്മൾ ചേർക്കേണ്ട കാര്യമുള്ളൂ. 5 ഗ്രാം ചേർക്കാം. 5 ഗ്രാം ചേർത്തു. അപ്പം എത്രയായി? 10 മില്ലിയും 5 ഗ്രാമുമായി. 5 ഗ്രാം ചൂർണം ചേർത്ത് നല്ലപോലെ ഈ ചൂർണം തേനിൽ അലിയിക്കണം. നമ്മൾ എന്താ ചെയ്യുന്ന ഒരു സുക്രോസ് ലായനിയിലേക്ക്, ഒരു മധുരത്തിലേക്ക് നമ്മൾ ഈ ചൂർണത്തിന്റെ ഡ്രഗ്സിനെ എല്ലാം, ഈ തിക്ത കഷായ രസങ്ങളുള്ള ഡ്രഗ്സിനെ, തീക്ഷ്ണ ഗുണമുള്ള ഡ്രഗ്സിനെ എല്ലാം കൂടി അലിയിച്ച് ചേർത്തു. അപ്പൊ അതെന്തായി? അതൊരു ബേസായി. ആ ബേസിലോട്ട് നമ്മൾ ചെറിയ അളവിൽ എന്ത് ചേർക്കും? നെയ്യ് ചേർക്കും. ആ നെയ്യ് ചേർക്കുന്നത് നമുക്ക് ബ്രില്യൻസ് ഉപയോഗിക്കാം.
സാധാ നെയ്യ് ചേർക്കണോ? നല്ല പശു നെയ്യ് കിട്ടുകയാണെങ്കിൽ അതിൽ നല്ല സാധനമില്ല. അപ്പൊ നല്ല പശു നെയ്യിൽ ഉണ്ടാക്കിയ ബ്രഹ്മീകൃതാണെങ്കിലോ, നല്ല നെയ്യിൽ ഉണ്ടാക്കിയ ബ്രഹ്മീകൃതാണെങ്കിൽ അതിന് കുറേയും കൂടി ആക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രഹ്മീകൃതാണെങ്കിലും സാരസ്വതംകൃതാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അത് നല്ല നെയ്യിൽ ഉണ്ടാക്കിയത് നമുക്ക് ഷുവർ ആയിരിക്കണം. അതായത് ഏറ്റവും ഹൈ ക്വാളിറ്റി തന്നെ നമ്മൾ എടുക്കണം. അപ്പം അത് എടുക്കുന്നു. അതിൽ ഉണ്ടാക്കിയ നല്ല നെയ്യിലുണ്ടാക്കിയ ബ്രഹ്മീകൃതാണെങ്കിൽ അത് 5 ഗ്രാം ചേർക്കുന്നു. അപ്പൊ ഈക്വൽ എമൗണ്ട് ഓഫ് എന്തായി? തേനുമായി നെയ്യുമായി. 5 ഗ്രാം വെച്ച് തേനും 5 ഗ്രാം വെച്ച് നെയ്യുമായി. അപ്പൊ 10 ഗ്രാം ആയി. 10 ഗ്രാമിന്റെ കൂടെ 5 ഗ്രാം ചൂർണം കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മോഡേൺ ബസ്സിൽ നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ പുറത്തൊക്കെ ആളുകൾ മിക്സിയിലൊക്കെയാണ് അടിക്കുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ്നെസ് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഹാൻഡ് ഔട്ട് ചെയ്യുന്നതിന് തന്നെയാണ്. അത് ചെയ്യുന്നു. കാരണം നമ്മൾ മാസത്തിൽ ഒരിക്കലല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് ഏറ്റവും പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് നമ്മൾ മണ്ടൂക പെർനിസോറസ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ മണ്ടൂക പെർനിസോറസും നല്ലൊരു ബേസ്, അതായത് യൂണിഫോം ബേസ് ആയി തീരണം. അതായത് തേനും നെയ്യും വേർപ്പെടാതെ ചൂർണങ്ങളും വേർപ്പെടാതെ ഈക്വൽ ആയിട്ടുള്ള ഒരു ബേസ് വരുമ്പോൾ അതിലേക്ക് വളരെ ഡ്രോപ്സ് ആയിട്ട് നമ്മൾ മണ്ടൂക പെർനിസോറസ് ചേർക്കണം. അതും ഒരു 10 ml ചേർക്കാം. ഒരു 10 മില്ലിയോളം അതും. ആ 10 മില്ലി വരെ മാക്സിമം ചേർക്കാം. 5 മില്ലി ചേർത്താലും മതി. 10 മില്ലി വരെ അതും ചേർത്തു. അപ്പൊ നമുക്ക് ഏകദേശം അത്രയുള്ള ഒരു സാധനം കിട്ടി. അതാണ് നമ്മുടെ കോമ്പിനേഷൻ. ഇതാണ് ഞാൻ ചെയ്ത കോമ്പിനേഷൻ. അപ്പൊ ഒരു ഏകദേശം 20 മുതൽ 25 ഗ്രാം വരെ നമുക്ക് സാധനം കിട്ടി. ഇതിലേക്ക് വേണം നമ്മൾ സ്വർണ്ണഭസ്മം ചെയ്യാൻ. ഈ സ്വർണ്ണഭസ്മം ചെയ്യുന്നത് ഇതിനേക്കാൾ മുന്നേ, അതായത് ഈ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ നെയ്യും വേർതിരിയാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വസ്തിക്ക് കൂടുന്ന പോലെ കിട്ടും. അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് സ്വർണ്ണഭസ്മം ചേർക്കുക. സ്വർണ്ണഭസ്മം 10 മില്ലിഗ്രാം ചേർക്കണമെങ്കിൽ വളരെ ചെറിയ അളവിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ സ്വർണത്തിനെ സസ്പെൻഷനിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം അതുപോലെ സസ്പെൻഷൻസ് ശരീരത്തിൽ ചെന്നാലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ലിക്വിഡിനേക്കാൾ സ്പീഡിൽ സസ്പെൻഷൻ ശരീരത്തിൽ അബ്സോർബ് ചെയ്യും. അപ്പം നമ്മൾ സസ്പെൻഷൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർണ്ണഭസ്മം വളരെ ചെറിയ അളവിൽ ചേർത്ത് ഇളക്കി അതൊരു യൂണിഫോം കോമ്പിനേഷൻ ഒക്കെ ഉണ്ടാക്കണം. ആ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കോമ്പിനേഷൻ യൂണിക് ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. അത് എന്നാൽ ഗോൾഡ് പാർട്ടിക്കിൾസ് അതിൽ സസ്പെൻഡ് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് ഈക്വൽ സസ്പെൻഷൻ കിട്ടും. അതായത് ആ മരുന്നിന്റെ എല്ലാ ഭാഗത്തും സ്വർണം ഈക്വൽ ആയിട്ട് തങ്ങി നിൽക്കും. അപ്പൊ നമ്മൾ എവിടുന്ന് എടുത്ത് ഒരു ഡോസ് കൊടുത്താലും ഈക്വൽ എമൗണ്ടിൽ ഗോൾഡ് ശരീരത്തിൽ കയറും. അതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു അനുഭവം. ഞാനിത് ഏകദേശം 2013 മുതൽ 2000 ഈ കോവിഡ് വരെ കൊടുത്തിട്ടുണ്ട്. കോവിഡ് ആയി കഴിഞ്ഞപ്പം എനിക്ക് വീട്ടിലോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. അതുപോലെ കുട്ടികളെ നേരിട്ട് വരുത്തേണ്ട ഒരു അവസ്ഥയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ചെയ്യാതിരുന്നത്. ഇനി വീണ്ടും തുടങ്ങാൻ പോവാണ്. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും, ഇത് കഴിച്ച ഒരു കുട്ടിക്ക് പോലും ഇതുവരെ കോവിഡ് വന്നിട്ടില്ല. ഞാൻ 300 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ഡാറ്റ എന്റെ കയ്യിലുണ്ട്. അപ്പം 300 കൂടുതൽ കുട്ടികൾ കഴിച്ചിട്ടുണ്ട്. 300 കൂടുതൽ കുട്ടികൾ ചിലർ 3 വർഷം വരെ കഴിച്ചിട്ടുണ്ട്, ചിലർ 1 വർഷം വരെ കഴിച്ചിട്ടുണ്ട്. മാസത്തിൽ ഒരു ദിവസമാണ് കൊടുത്തിരുന്നത്. അപ്പം ഒരു ചെറിയ ക്ലിനിക്, എനിക്കത് നല്ലൊരു സാമ്പത്തിക ലാഭമുണ്ട്. കാരണം ഞാൻ ഒരു ഡോസിന് ഏകദേശം 300 രൂപ വെച്ചിട്ടാണ് വാങ്ങിയിരുന്നത്. 200, 300 ആ റേഞ്ചിലാണ് ആദ്യം 200 രൂപ വാങ്ങിയിരുന്നുള്ളൂ. അപ്പൊ തന്നെ നോക്കൂ, ഏകദേശം എനിക്ക് 20 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കാം. ഒരു മാസത്തില് 20 കുട്ടികൾ ഉണ്ടെങ്കിൽ എനിക്ക് വരുന്ന ചെലവ് ഏകദേശം ഒരു 600 രൂപ. 600 രൂപ ഒരു 10 പേർക്ക് ഉണ്ടാക്കാൻ വരും. ആ 10 പേരിൽ നിന്ന് നമുക്ക് 2000 അല്ലെങ്കിൽ 3000 രൂപ വരെ വാങ്ങാം. ഇന്നത്തെ ഇപ്പൊ ഒരു 500 രൂപ വെച്ച് വാങ്ങാം. അപ്പം നമുക്കൊരു 1000 രൂപ ചെലവുണ്ടെങ്കിൽ 5000 രൂപ കിട്ടും. 4000 രൂപ ഒരു ദിവസം നമുക്ക് കിട്ടും. ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ പുറത്തെല്ലാം കൊടുക്കുന്നത് 750 രൂപ മുതൽ 1000 രൂപ വരെയാണ്. നമുക്ക് കേരളത്തിലുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമുക്കൊരു 500 രൂപ പറയാവുന്നതാണ്. അപ്പം 500 രൂപ വരെ നിരക്കിൽ നമുക്ക് കൊടുത്ത് നമുക്കൊരു 4000 രൂപ വെച്ച് ആഴ്ചയിൽ ചെയ്യുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ, ഒരു 40 കുട്ടികളുണ്ട്, അത് 4 ആഴ്ചയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവരെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് 4 ആഴ്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാന മാർഗമാണ്. കാരണം നമ്മൾ വളരെ സയന്റിഫിക് ആയിട്ട് ലോകത്തിന് ഉപകാരമുള്ള ഒരു പരിപാടി ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. കാരണം 10-16,000 രൂപ 20,000 രൂപ വരെ മാസം നമുക്കൊരു സൈഡ് വരുമാനം പോലെ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നിങ്ങളതെല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാം, ഞാൻ അയച്ചു തരാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലാഭം എടുത്തിട്ട് അത് ചെയ്തോളൂ. ഞാൻ 500 രൂപയ്ക്കൊന്നും ആയില്ല, അത്ര പൈസ ഒന്നും എനിക്ക് വേണ്ട, അത്ര പൈസയ്ക്ക് ആയിരിക്കില്ല സെയിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ അയക്കുന്നതിൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ഞാൻ അങ്ങനെ പുറത്ത് കുറച്ച് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കും.
കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ആ മണ്ടൂക പെർനിസോരസം മാത്രം ആ സമയത്ത് ആഡ് ചെയ്യും. കാരണം മണ്ടൂക പെർനിസോരസം ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണല്ലോ, അത് കേടായി പോകും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മണ്ടൂക പെർനിസോരസം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടുന്ന് കേടാവാതെ ഇരിക്കുകയും ചെയ്യും കുറച്ച് ദിവസം. വേറെ കാരണം ഇതിൽ വേറെ പച്ചമരുന്നുകളൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഒരു മാസം വരെയൊക്കെ കേടാവാതെ ഇരിക്കും. 3 മാസം വരെ ഗൾഫിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് 3 മാസം വരെയുള്ള ഡോസ് ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് 3 മാസമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ മണ്ടൂക പെർനിസോരസം മാത്രമാണ് അതിൽ എക്സ്ട്രാ ചേർക്കേണ്ടതുള്ളൂ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് വളരെ ചെലവ് കുറവാണ്. അപ്പൊ ഞാനൊരു 300 രൂപയ്ക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു 500 രൂപയ്ക്കോ 600 രൂപയ്ക്കോ സെയിൽ ചെയ്യാം. അത് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്കില്ല് പോലെ ഇരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് 100% റിസൾട്ട് ഉറപ്പാണ്. നിങ്ങളത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു കേസ് ഷീറ്റ് ഉണ്ടാക്കി വെക്കണം. എനിക്കതൊരു കേസ് ഷീറ്റ്സ് ഉണ്ടായിരുന്നു ഓരോ കുട്ടികൾക്കും. അതുപോലെ ഓരോ ദിവസം ചെയ്യുന്നതിന് ഒരു രജിസ്റ്റർ പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തും ഓരോ മാസവും വരുന്നുള്ള വ്യത്യാസങ്ങൾ. അതുപോലെ കുട്ടികൾക്കുള്ള എക്സസൈസസ് നമുക്കിത് അഡീഷണൽ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള ബ്രെയിൻ എക്സസൈസസ് പഠിപ്പിക്കാം. ഇപ്പൊ ആപ്പുകൾ ഉണ്ട്, അങ്ങനത്തെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ബ്രെയിൻ എക്സസൈസസ് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ചെറിയ യോഗ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുക, ഭക്ഷണശീലങ്ങളും കൂടി പറഞ്ഞു കൊടുക്കാം. ഇതിങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപീസിന് ഒരാൾക്ക് സെല് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ എല്ലാ ആളുകൾക്കും പഠനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും റിസർച്ച് പേപ്പറുകൾ 6 പേപ്പറുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം SDM കോളേജിൽ ചെയ്ത ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്. അതില് റിക്കറിന്റെ ശ്വാസകോശ അസുഖങ്ങളിൽ എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയാണ് ശീതൾ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ചെയ്തത്. നമ്മൾ ഒരു റിസർച്ച് പേപ്പർ ചെയ്യുമ്പോൾ അത് ചെയ്ത ആളുകളെ എപ്പോഴും അക്നോളജ് ചെയ്യണം. കാരണം അവർ അത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് ആയിരിക്കും. അപ്പൊ അവരെ പറ്റി നിങ്ങളും അറിയണം. ഡോക്ടർ ശീതൾ SDM കോളേജിലെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇത് ഇൻഫെക്ഷൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് 49% കേസിൽ ചുമ ഉണ്ടായിരുന്ന കുട്ടികളുടെ ചുമ കുറയാണ് ചെയ്തത്. അതുപോലെ ഡിസ്നിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം ഉണ്ട്, അത് ഞാൻ പറയാം. വാട്ട് ഈസ് ഡോസ് അക്കോർഡിംഗ് ടു ഏജ്? ഞാൻ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടാണ്, ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ്, ഓർപ്പിച്ചതിന് നന്ദി. ഞാൻ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടാണ്. ആ ഫോർമുല ഉണ്ടല്ലോ, അതായത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് 2 ഗ്രാം ലേഹ്യം വെച്ചിട്ടാണ്. അതായത് ഒരു 1/2 ടീസ്പൂൺ 3 ഗ്രാം 2 മുതൽ 3 ഗ്രാം വരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ബോഡി വെയിറ്റ് വെച്ചിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു 20 കിലോ വരെയുള്ള കുട്ടികൾക്ക് 2 ഗ്രാം സഫീഷ്യന്റ് ആണ്. ചെറിയ കുട്ടികൾക്ക്, അതായത് വളരെ ചെറിയ കുട്ടികൾക്ക്, ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ബ്രഹ്മിയേക്കാൾ ഉപരി റിസൾട്ട് മണ്ടൂകവർണിക്ക് തന്നെയാണ് കേട്ടോ. ബ്രഹ്മിയേക്കാൾ ഉപരി റിസൾട്ട് മണ്ടൂകവർണിക്കാണ്. ബ്രഹ്മിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു വിരേചന സ്വഭാവം കൂടി ഉണ്ട്. അപ്പം കുട്ടികൾക്ക് ഇത് വയറിളക്കം ഉണ്ടായി കഴിഞ്ഞാൽ അമ്മമാര് പിന്നെ അത് കൊടുക്കില്ല, അതങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മി അല്ലാതെ നമ്മൾ ചൂർണ്ണമായിട്ട് ചേർക്കുന്നുണ്ടല്ലോ. അപ്പൊ ബ്രഹ്മിയെക്കാളും കൂടുതൽ ബ്രെയിനിന്റെ ആക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് വന്നിട്ടുള്ളത് മണ്ടൂകവർണിയാണ്. സംശയം ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് തോന്നുന്നു കേട്ടോ. സംശയം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആയിപ്പോ. അപ്പം ഇതിലൊരു റിസൾട്ട് പേപ്പർ ചെസ്റ്റ് ഇൻഫെക്ഷൻസിലാണ്. ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. ഒരു കോവിഡ് ഉള്ള ഒരു കുട്ടിയുടെ കുറെ കണ്ടീഷൻസ് ആണ്. ഈ ഡിസ്നിയൊക്കെ നമുക്ക് 65% റിസൾട്ട് ആണ് നമുക്ക് ഉള്ളത് എന്നാണ് ആ പഠനത്തിൽ നിന്ന് തരുന്നത്. അതുപോലെ ഡോക്ടർ അജയ് ചവാന്റെ ഒരു സ്റ്റഡി ഉണ്ട്. അദ്ദേഹം ഇതിന്റെ ഇമ്മ്യൂണോമോഡുലേറ്ററി എഫക്ട്സ് ആണ് നോക്കിയത്. ഇമ്മ്യൂണോളജിക്കലി ആൽബിനോറെറ്റ്സിൽ മൃഗങ്ങളിലുള്ള ഒരു പരീക്ഷണമായിരുന്നു. അത് ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്, മൃഗങ്ങളിൽ കാണുന്നുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് മനുഷ്യരിൽ സ്റ്റഡി കഴിഞ്ഞൊരു സാധനമാണ്, നമുക്ക് ധൈര്യമായിട്ട് മനുഷ്യരിൽ കൊടുക്കാം. ഡോക്ടർ അനികേത്തിന്റെ ഒരു സ്റ്റഡി ഉണ്ട്, ടു ക്ലിനിക്കലി ഇവാലുവേറ്റ് ദ എഫക്ട് ഓഫ് സ്വർണ്ണബിന്ദു പ്രാശൻ ഓൺ ഇമ്മ്യൂണിറ്റി ആൻഡ് ഇന്റലിജൻസ് ഓഫ് ചിൽഡ്രൻ. ഇതും സ്റ്റഡി തന്നെയാണ്. ഈ സ്റ്റഡിക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നാണ് കാണുന്നത്. അതിന്റെ റിസൾട്ട്സ് ഞാൻ തരാം. അതുപോലെ വിനർമ്മ ശർമ്മ, അദ്ദേഹത്തിന്റെ സ്റ്റഡിയാണ് വളരെ നമുക്ക് ഉപകാരമുള്ള ഒരു സ്റ്റഡി എന്ന് വെച്ചാൽ ഇതിന്റെ ടോക്സിസിറ്റി. അതാണല്ലോ വലിയ ഇഷ്ടം. ഈ സ്വർണം കൊടുത്തിട്ട് കിഡ്നിയിലോ ലിവറിലോ ടോക്സിസിറ്റി ഉണ്ടോ എന്നുള്ള ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ അദ്ദേഹം ആനിമൽ സ്റ്റഡി നടത്തിയിട്ട് പറയുന്നത് നോ സൈൻസ് ഓഫ് ടോക്സിസിറ്റി എന്നാണ്. അപ്പൊ ചെറിയ അളവിൽ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് 20 കിലോ വരെയുള്ള കുട്ടികളിൽ നമ്മൾ 2 ഗ്രാംസും അതിനപ്പുറം 20 മുതൽ 40 കിലോ വരെയുള്ള കുട്ടികളിൽ നമ്മൾ 5 ഗ്രാംസും വരെ കൊടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ കണക്ക്.
50 കിലോ വരെയൊക്കെയാണ് സാധാരണ കുട്ടികളാണ്. 16 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അതിലും കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ 5 ഗ്രാം തന്നെ കൊടുത്തിട്ടുള്ളൂ. അതായത് 20 കിലോ വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ 2 ഗ്രാമും 20 കിലോ മുതൽ വലിയ കുട്ടികൾ വരെ നമ്മൾ 5 ഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. കുഞ്ഞു കുട്ടികൾക്ക് അതായത് ഒരു ഞാൻ 6 മാസം മുതലുള്ള കുട്ടികൾക്കേ ചെയ്തിട്ടുള്ളൂ. 6 മാസം മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചെയ്തു. അപ്പൊ 6 മാസം മുതൽ ഏകദേശം ഒരു 1-ാം ക്ലാസ് വരെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ 1 ഗ്രാം താഴെ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ 1 ഗ്രാമിൽ താഴെ കൊടുത്തിട്ടുള്ളൂ. ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടാണ് കൊടുത്തിരുന്നത്. 1 ഗ്രാമിന് ബേസിക്കലി നമ്മളൊരു ആവറേജ് പറയുകയാണെങ്കിൽ 1 ഗ്രാം നല്ല രീതിയിൽ. അപ്പൊ 1 ഗ്രാം, 2 ഗ്രാം, 5 ഗ്രാം ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഞാനിപ്പോ മരുന്നുണ്ടാക്കി അയച്ചു തരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡാറ്റ കൂടി അയച്ചു തരാം. ഇത് ഇപ്പൊ ഉണ്ടോ 2021 സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഏപ്രിൽ 25, ഇന്ന് ഏപ്രിൽ 29 ആയിട്ടുള്ളൂ. 4 ദിവസം മുന്നേ സൈറ്റ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇപ്പോഴും ഇരുന്ന് ഈ റിസർച്ച് ആർട്ടിക്കിൾ വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളും അത് വളർത്തിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാം ഈ റിസർച്ച് സൈറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഈ റിസർച്ച് ആർട്ടിക്കിൾ ഫ്രീ ആയിട്ട് അവര് മെയിൽ ചെയ്ത് തരും. നമ്മൾ ചുമ്മാ ഇരുന്ന് വായിച്ചാൽ മതി. അപ്പൊ ഈ ലോകത്തിൽ സംഭവിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. 10 പൈസ ചെലവില്ല. അപ്പൊ അത് അപ്പൊ അങ്ങനെ കണ്ട ഒരു റിസർച്ച് ആക്ടിവിറ്റി ആണ് ഇത്. ഇത് ഇമ്മ്യൂണോമോഡുലേറ്ററി ആക്ടിവിറ്റി ആണ്. അത് റാൻഡമൈസ്ഡ് കൺട്രോൾ ക്ലിനിക്കൽ ട്രയൽ ആണ്. ഏറ്റവും ഗോൾഡൻ സ്റ്റാൻഡേർഡിലുള്ള എന്ന് പറയാവുന്ന ഒരു സ്റ്റഡിയാണ്. അപ്പൊ അതിൽ അവർ ഉൾക്കൊള്ളിച്ചുള്ളത് 12 മാസത്തിൽ, അതായത് 1 വയസ്സിനുള്ള കുട്ടികളിൽ ഹോസ്പിറ്റലുകളിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അവര് എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ മാത്രം നോക്കുന്നുള്ളൂ. പ്രിമച്വർ ആൻഡ് പോസ്റ്റ് മെച്വർ ഇൻഫാൻസിൽ അവർ കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെയും ധൈര്യമായിട്ട് കൊടുക്കാന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു റിസർച്ച് സ്റ്റഡി ആയതുകൊണ്ടായിരിക്കും അവർ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ വെച്ചത്. ഇൻഫൻസ് വിത്ത് കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ദോസ് റിക്വയറിംഗ് എമർജൻസി കെയർ. ഈ എമർജൻസി കെയറിലും നമ്മൾ കൊടുത്തു തുടങ്ങണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം അതൊരു സ്റ്റഡി ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇൻഫൻസ് വിത്ത് എനി സിസ്റ്റമിക് ഡിസീസ് വിച്ച് മേ ടേൺ ഔട്ട് ടു ഹിൻഡ്രൻസ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ സ്റ്റഡി. അത് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അവര് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വർണ്ണപ്രാശം ചേർന്നിട്ടും ഒരു ഗ്രൂപ്പിന് സ്വർണ്ണപ്രാശം, ഒരു ഗ്രൂപ്പിന് അവരെന്താ കൊടുത്തേ, വെറുതെ തേനും നെയ്യും മാത്രം. വെറുതെ തേനും നെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടോക്സിസിറ്റി ലെവലിൽ കൊടുത്തു. എന്നിട്ട് അവർ പറയുന്നത് കണ്ടോ, അവർ ഡ്രോപ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1 മാസമൊക്കെ ഉള്ള കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത് 1 ഡ്രോപ്പ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിലുള്ള സ്വർണ്ണ ഭസ്മത്തിന്റെ അളവും അവർ ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഇതാണ് ആ ചാർട്ട്. ഇത് ആയു എന്ന് പറഞ്ഞ റിസർച്ച് ആർട്ടിക്കിൾ പുസ്തകത്തിൽ വന്നിട്ടുള്ള ആർട്ടിക്കിളാണ്. കണ്ടോ, ഈ ട്രയൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണ്ണപ്രാശത്തിന്റെ അവരുടെ ഇമ്മ്യൂണോമോഡുലേഷൻ നോക്കൂ. 39 കുട്ടികളിൽ കൊടുത്തിട്ട് 32 കുട്ടികളിലും 4 ആഴ്ച കേട്ടോ. 4 ആഴ്ച എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, 1 മാസം കൊണ്ട് വന്നിട്ടുള്ള ഇമ്മ്യൂണോമോഡുലേറ്ററി ആക്ഷൻ ആണ്. ഇത് റിസർച്ച് പ്രൂവ്ഡ് ആണ്. 39 കുട്ടികളിൽ 32 പേർക്ക് അത് വന്നു. എന്നാൽ നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം. തേനും നെയ്യും മാത്രം കൊടുത്തൊരു ഗ്രൂപ്പിലെ 30 പേർക്ക് 18 പേർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ടായത്. അതായത് ആ വാക്സിനേഷന്റെ പ്രിൻസിപ്പിൾ വളരെ കറക്റ്റ് ആണ്. തേനും നെയ്യും ചെറിയ അളവിൽ കഴിക്കുന്നത്. അപ്പോ കൊറോണ വൈറസ് എന്ന ഒരു പകർച്ചവ്യാധി മൂലം ലോകം മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ COVID-19 രോഗി സൈറ്റോകൈൻ റിലീസ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമുണ്ട്. അതുകൊണ്ട് കടുത്ത ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ്. നമ്മളിപ്പോ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാരണം CFLTCയിലെ ഡോക്ടേഴ്സ് ഒക്കെ വിളിച്ച് പറയും, ആളുകള് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം. അത് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വരെ നമുക്ക് ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് സ്വർണ്ണപ്രാശം. ഭാവിയിൽ ഇങ്ങനെ പാൻഡമിക് സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പം നമ്മൾ ഈ സ്വർണ്ണപ്രാശം എന്നുള്ള ഈ പഴയ മെത്തേഡ് ഏറ്റവും പുതിയ രീതിയിൽ വികസിപ്പിച്ച് കൂടുതൽ ആളുകളിൽ ഉപയോഗിക്കേണ്ടതിന്റെ, എന്നിട്ട് എന്താ പറയാ, നമുക്ക് സമൂഹത്തിനോട് വലിയൊരു പങ്കുണ്ട്. സമൂഹത്തിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയോട് നമുക്ക് പങ്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വൈഡ്ലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും ഇന്നത്തെ അവസ്ഥയിൽ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പ്രസന്റേഷൻ. നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കൂ. എന്തെങ്കിലും കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് മന്ത് തൊട്ട്, ഇപ്പം ഈ പീക്ക് ഒന്ന് കുറഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ. അല്ലാതെ ഇപ്പം എന്റെ സാധനം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വർക്ക് കുറവാണ്.
അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് സെല് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൂടി ഞാൻ സഹായിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടറെ, ഡോക്ടർ അയച്ചു തരിക എന്ന് പറഞ്ഞാൽ അത് ചൂർണ്ണ രൂപത്തിലാണോ അല്ലെ ലേഹ്യ രൂപത്തിലാണോ അയച്ചു തരിക? ഞാൻ ലേഹ്യ രൂപത്തില് വെൽ പാക്കഡ് ആയിട്ട് അയച്ചു തരാന്നാണ് വിചാരിച്ചത്. അതായത് 10 പേർക്ക് ഗൾഫിലൊക്കെ ഞാൻ അങ്ങനെയാണ് കൊടുത്തയച്ചിരുന്നത്, പുറത്തുള്ള ആൾക്കാർക്കൊക്കെ. അത് മണ്ടൂകവർണി സ്വരസം ആഡ് ചെയ്തിട്ട് നമുക്ക് ലിക്വിഡ് അത് മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇപ്പൊ അത് ആഡ് ചെയ്തില്ലെങ്കിലും വിഷയമില്ല, പക്ഷെ അതും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി അതിന്റെ ആക്ഷൻ സൈറ്റിൽ എത്തും. ബ്രെയിനിലാണ് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ബ്രെയിനിൽ എത്തണമെങ്കിൽ ഈ അഡ്ജുവന്റ് കൂടി ചേർത്താൽ ബെറ്റർ ആണ്. കുറച്ച് മണ്ടൂകവർണി എന്ന് വെച്ചാൽ ഇപ്പൊ അധികം കിട്ടാൻ പാടില്ലാത്തത് ഒരു ഡ്രഗ് അല്ലല്ലോ, എല്ലാ അടുക്കള തോട്ടത്തിലുള്ള ഒരു ഡ്രഗാണ്. അപ്പൊ അത് നമുക്ക് എവിടെ വേണമെങ്കിൽ ഇപ്പൊ വളർത്താം, റൂമിന്റെ ഉള്ളിലും വളർത്താം, വളരെ ചെറിയ അളവിൽ മതിയല്ലോ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ആ പ്രസന്റേഷന്റെ സമയത്ത് കുറച്ച് ഒരു സംശയം ചോദിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ആയിപ്പോയി. ആർക്കും സംശയമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ, കാരണം ഇത്ര ആൾക്കാർക്ക് അത് മനസ്സിലായല്ലോ, വലിയ സന്തോഷം. ചാറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ചാറ്റ് ബോക്സ് നോക്കട്ടെ. എനി കോൺട്രാൻഡിക്കേറ്റഡ് ഡിസീസ് ഇൻ ചിൽഡ്രൻ ലൈക്ക് CP ഓർ ഓട്ടിസം. ഞാൻ ഓട്ടിസം ഉള്ള കുട്ടികളിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കത് അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. ബെറ്റർ റിസൾട്ട് അതായിരുന്നു. കാരണം നമ്മൾ ഓട്ടിസം ഒന്നും ഒരു മരുന്ന് കൊണ്ട് ചികിത്സിക്കാവുന്ന ഒരു രോഗമല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ട്, പ്രത്യേകിച്ചും സെറിബ്രൽ പാൽസിയും ഓട്ടിസം ഒക്കെ. പക്ഷെ അതില് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം സ്വർണ്ണം ഉപയോഗിച്ച കേസ് എന്ന് പറയുന്നത് ഒരു കഴുത്തിന് താഴെ തളർന്ന ഒരു പേഷ്യന്റിലാണ്. അവിടെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടായി, അതായത് ടച്ച് സെൻസിറ്റിവിറ്റി ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ന്യൂറോളജിക്കലി നെർവിൻ സ്റ്റിമുലന്റ് ആയിട്ട് തന്നെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിലുള്ള മരുന്നുകൾ മാറ്റി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അത് ഓരോ കണ്ടീഷനും ഉപയോഗിക്കാവുന്ന ഒരു റിസർച്ച് ഏരിയ കൂടി ഇതിൽ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം ഹൗ ടു സ്റ്റോർ എന്നാണ്. ഹൗ ടു സ്റ്റോർ എന്ന് വെച്ചാൽ എങ്ങനെ നമുക്കിത് സൂക്ഷിക്കാന്നാണ്. നമുക്കിത് നോർമൽ ഫ്രിഡ്ജിൽ ഉപയോഗിക്കാണ്. ഫ്രിഡ്ജില്ലാത്ത ആളുകൾ ഇപ്പം വളരെ കുറവാണ്. കാരണം ഇത് ഡിസിൻറ്റഗ്രേറ്റ്, അങ്ങനെ രണ്ടായിട്ട് തെറ്റിപ്പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ എപ്പോഴും ഒരു 15 ഡിഗ്രിക്ക് 25 ഡിഗ്രിക്ക് ഇടയിൽ വെക്കുകയാണെങ്കിൽ അതേ കൺസിസ്റ്റൻസിയോടെ തന്നെ ആ ബേസ് ഇരിക്കും. പക്ഷെ നമ്മൾ മണ്ടൂകവർണി സ്വരസം ചേർത്തിട്ട് നമ്മൾ ഒരു ദിവസമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല, അത് കേടായി പോകും. വേറെ സംശയം ഉണ്ടെങ്കിൽ പറയാം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഡു വി ഹാവ് ടു ചെക്ക് വെദർ ദേ ആർ ടേക്കിംഗ് എനി അതർ മെഡിസിൻസ്? അത് വേണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതൊരു എപ്പോഴും ഒരു ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഒരു റിസർച്ച് ആക്ടിവിറ്റി ആ മൈൻഡ് സെറ്റോട് കൂടി വേണം നമ്മൾ ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വേറെ എന്തെങ്കിലും തന്നെ നമുക്ക് റിയാക്ഷൻസ് ഉണ്ടാവാലോ, അതായത് ഡ്രഗ് ഇന്ററാക്ഷനും ഡ്രഗ് ഫുഡ് ഇന്ററാക്ഷനും ഒക്കെ പോലെ തന്നെ ഈ ഡ്രഗ് ഇന്ററാക്ഷൻ മറ്റ് അലോപ്പതിക് ഡ്രഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവാം. പക്ഷെ നമ്മൾ അത് ഒരു റിസർച്ച് മൈൻഡോട് കൂടി ചെയ്യണം, കാരണം അതിന്റെ റിസർച്ച് ആക്ടിവിറ്റീസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു പേപ്പറായിട്ടും പബ്ലിഷ് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത്. അപ്പൊ വേറെ മെഡിസിൻസ് കഴിക്കുന്ന കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സ്റ്റോപ്പ് ദ മെഡിക്കേഷൻ എന്ന് ഞാൻ പറയില്ല, കാരണം ചില കണ്ടീഷൻസിൽ ചില മെഡിസിൻസ് അത്യാവശ്യമായിരിക്കും. ഇപ്പം അങ്ങനെ ഒരു കാർഡിയാക് കണ്ടീഷൻ ഉള്ള ഒരു കുട്ടിക്ക് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനോട് കൂടി കഴിച്ചാൽ ഡ്രഗ് ഇന്ററാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാനേ പറ്റുള്ളൂ. അടുത്തത് ഒരുപാട് ഡോക്ടറെ വേറെ പറയുവാണോ? പറയുവാണെ പറഞ്ഞത് എന്ത് പറയാം. അല്ല, ഇതിൽ കുറെ മെസ്സേജ് വരുന്നുണ്ട്, അതാ.
ഹൗ ക്യാൻ ബി യൂസ് ഇൻ അഡൾട്ട്സ് ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ? ഈ അഡൽട്ട് എന്ന് പറയുന്നതിൽ ഇപ്പൊ ഞാനും പെടും. ഞാനിത് എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാനും കുറച്ച് കഴിക്കാറുണ്ട്. അപ്പം ഞാൻ കഴിക്കുന്ന ഡോസ് ഇപ്പോഴും 50 കിലോന് കൂടുതൽ ഉണ്ടല്ലോ. ഞാൻ ഏകദേശം 100 കിലോയുടെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 10 ഗ്രാംസിന്റെ അടുത്ത് കഴിക്കാറുണ്ട് വൺസ് മന്ത്ലി. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല. ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇൻഫെക്ഷൻസും കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇഫ് ക്യാൻ ബി ഗിവൺ ഇൻ ഏജ് ആഫ്റ്റർ 16 ഇയേഴ്സ്. 16 വയസ്സിന് മുകളിലുള്ള സ്വർണ്ണം ആർക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഡോസ് മാത്രം കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 5 മില്ലിഗ്രാം, ഞാൻ നേരത്തെ പറഞ്ഞ 3.9 മില്ലിഗ്രാം വരെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അപ്പൊ 3.9 to 5 മില്ലിഗ്രാം വരെ ഒരു ദിവസം മാസത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വിഷയമില്ല. നമുക്ക് 5 മില്ലിഗ്രാം ഗോൾഡ് സ്വർണ്ണഭസ്മത്തിന് ഏകദേശം ഒരു 180 രൂപയൊക്കെ വരുള്ളൂ. 175, 180 രൂപയെ വരുള്ളൂ. അപ് ടു വിച്ച് ഏജ് വി ക്യാൻ ഗിവ് അക്കോർഡിംഗ് ടു യുവർ എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞില്ലേ 16 വയസ്സ് വരെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതൊരു റിസർച്ച് ആക്ടിവിറ്റി പോലെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വലിയ ആളുകൾക്കും കൊടുക്കാം. ക്യാൻ ബി ഗിവ് ടു ചിൽഡ്രൻ ടേക്കിംഗ് വിറ്റമിൻ D3. വിറ്റമിൻ D3 അയൺ ഡ്രോപ്സിന്റെ കൂടെ ഒന്നും ഇതിന്റെ റിയാക്ഷൻ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ കൂടെയൊക്കെ നമുക്ക് സേഫ് ആയിട്ട് കൊടുക്കാവുന്ന കാര്യമുള്ളൂ. വാട്ട് ടൈം ടു ഗിവ് ഓൺ എംപ്റ്റി സ്റ്റമക്ക്? അതൊരു ചോദ്യമാണ്. അത് ഞാൻ വിട്ടുപോയൊരു കേസാണ്. എപ്പോഴും നമ്മൾ എംപ്റ്റി സ്റ്റമക്കിലാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് അല്പം ഗുരു സ്വഭാവമുള്ളതാണ്. അതായത് സ്വരസും ചൂർണുമാണ്. അതും നെയ്യിന്റെ കൂടിയാണ്. അപ്പം എംപ്റ്റി സ്റ്റമക്കിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അബ്സോർപ്ഷന് നല്ലത്. കാരണം നല്ല ഡൈജഷൻ പവർ വേണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ആ ഡൈജഷൻ ഉള്ള സമയത്ത് കൊടുക്കുക തന്നെയാണ് നല്ലത്. ഞാൻ കൊടുത്തിട്ടുള്ളത് രാവിലെയാണ്, വെറും വയറ്റിലാണ്. വെറും വയറ്റിൽ എന്ന് വെച്ചാൽ ഒരു 8 മണിക്ക് മുന്നേ കൊടുക്കും. പ്രൊസീജിയർ തുടങ്ങണ ഒരു 6 മണിക്കായിരിക്കും. 6 മണി മുതൽ 8 മണി വരെ ഉള്ള 2 മണിക്കൂറിന്റെ ഉള്ളിൽ കുട്ടികൾക്ക് കൊടുക്കും. എനി കോൺട്രാ ഇൻഡിക്കേഷൻസ് ഇൻ പ്രഗ്നൻസി? ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഗോൾഡ് പക്ഷെ കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല. പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പ്രഗ്നൻസിയിൽ നമുക്ക് ഒരു പുംസവനത്തിൽ സ്വർണ്ണം ഉപയോഗിക്കുന്നുണ്ടല്ലോ. പുംസവനത്തിൽ സ്വർണ്ണം ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ പുംസവനത്തിൽ നമ്മൾ നസ്യായിട്ടോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. ക്യാൻ വി യൂസ് സിദ്ധമകരധ്വജം ലൈക്ക് ദിസ് ഫോർ എൽഡേഴ്സ്? സിദ്ധമകരധ്വജം ക്യാൻസർ ചികിത്സകരെല്ലാം ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ. ക്യാൻസറിലൊക്കെ ക്യാൻസറിന്റെ ചികിത്സ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്യാൻസർ ചികിത്സയിലെല്ലാം നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, സിദ്ധമകരധ്വജം ഉപയോഗിക്കുന്നുണ്ട്. ആ സിദ്ധമകരധ്വജം ഉപയോഗിക്കുന്ന പോലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ സിദ്ധമകരധ്വജത്തില് രസസിന്ദൂരത്തിന്റെ കൂടെ സ്വർണ്ണം ഉണ്ട് എന്നുള്ളൂ. അപ്പം ഇതിൽ രസസിന്ദൂരം കൂടി ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു റിസർച്ച് ആക്ടിവിറ്റി ആയിട്ട് തന്നെ ഞാനിത് ഒരു അബ്രകഭസ്മം ചേർത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അബ്രകഭസ്മത്തിന് ഈ മേധ്യം അതുപോലെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഒക്കെ ഒത്തിരി കൂടുതലുള്ള ഒരു കോമ്പിനേഷൻ ആണ് അബ്രകഭസ്മം. അപ്പൊ ഈ അബ്രകഭസ്മത്തിന്റെ കൂടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഈ പാർക്കിൻസൺസ് പോലുള്ള കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഡിമെൻഷ്യയിലൊക്കെ നല്ല കൊള്ളാവുന്ന ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കാം. നമുക്ക് രസസിന്ദൂരം ചേർത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ ഈ മെർക്കുറി ടോക്സിസിറ്റിയുടെ ഒരു ഇഷ്യൂ എല്ലാവരുടെ മനസ്സിലുള്ളത് കൊണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. വലിയവരിലൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ക്രിട്ടിക്കൽ കണ്ടീഷൻസിലും CA പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ കോസ്റ്റും ഒരു ഇഷ്യൂ ആണ് കേട്ടോ. ദിവസം ഈ നല്ല ക്രോണിക് ഇഷ്യൂ ഡിസീസിലൊക്കെ നമ്മൾ കുറെ ദിവസം കൊടുക്കണമെങ്കിൽ കോസ്റ്റ് ഒരു ഇഷ്യൂ ആണ്. സർ, എനി എക്സ്പീരിയൻസ് ഇൻ അഡ്മിനിസ്ട്രിങ് സ്വർണ്ണപ്രാശനം വിത്ത് സ്തന്യം? സ്തന്യത്തിന്റെ കൂടെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാതിരുന്നത്. നമ്മൾ പണ്ട് പറഞ്ഞ നമ്മൾ ഇതിന്റെ ഇതായിട്ട് ഇത് കൊടുക്കും. ബെറ്റർ വെഹിക്കിള് സ്തന്യം ആവണമെന്നില്ല. സ്തന്യം ബെറ്റർ വെഹിക്കിൾ ആവണമെന്നില്ല. കാരണം ബാക്കി എല്ലാം ഗുരുവായിട്ടുള്ള സാധനം, സ്തന്യം ലഘുവായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് അതിനേക്കാൾ ഉപരി മണ്ടൂകപർണീസേഴ്സ് ആണ്. കാരണം സ്വർണത്തിന്റെ ആക്ഷൻ സൈറ്റ് നോക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിൽ സ്തന്യം ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇഫ് ദ ഡോസ് എക്സീഡ്സ് എന്ന് വെച്ചാൽ ഡോസ് കൂടി പോയി അങ്ങനെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ സ്വർണ്ണമാണല്ലോ ഉപയോഗിക്കുന്നത്. നമ്മളൊരു ഹെവി മെറ്റലാണ്. നമ്മൾ എപ്പോഴും മനസ്സിലൊരു ടോക്സിസിറ്റി മനസ്സിൽ വേണം. അതുകൊണ്ടാണ് ഉപയോഗിക്കില്ല. പിന്നെ കൂടുതൽ ഡോസ് ആയി കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്യില്ല, ദഹനക്കേട് ഉണ്ടാവുക ചെയ്യുക. ഗുരുവായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഗുരുവായിട്ടുള്ള കോമ്പിനേഷൻസ് വലിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കുറവ് ഉണ്ടാവും. അത് ശരിക്കും നമുക്കൊരു ആമ ഉണ്ടാക്കാനായി സഹായിക്കുള്ളൂ. കൃത്യമായ മാത്രയിൽ ഉപയോഗിക്കുന്ന ഔഷധമാണ് അമൃതം പോലെ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് വിഷം തന്നെയാണ്. കഴിഞ്ഞു. അതുപോലെ ഡോക്ടറെ,
സുദർശൻ ഡോക്ടറെ, അതെ, നേരത്തെ നമ്മൾ ആ ഒരു അഡൽട്ടിലെ ഡോക്ടർ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞില്ലായിരുന്നു, ആ മോതിരം ഇട്ട് ആ കാണാം. അതെ അതെ അപ്പൊ അത് നമ്മള് സാധാരണ ആ മോതിരം അങ്ങനെ ഉപയോഗിക്കുമ്പോ ഒരു അപകട സ്വഭാവം എന്തെങ്കിലും നമ്മൾ അത്തരം പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? കാരണം നമ്മൾ തങ്കം മറ്റേ തകിടൊക്കെ അല്ലേ പറയുന്നത്, അപ്പൊ നമ്മള് അതെ അവരുടെ അധികം ഈ 19 കാരറ്റ് ഗോൾഡ് ഉപയോഗിച്ചിരുന്ന അയാളുടെ വേറെ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിപ്പോ സ്വർണ്ണം വാങ്ങി കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അയാളുടെ 19 കാരറ്റ് ഗോൾഡ് ആയിരുന്നു. അല്ല 19 കാരറ്റ് അല്ല, സോറി 24 കാരറ്റ് അല്ലേ. ഈ സ്വർണത്തിന്റെ കോപ്പറിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ടല്ലേ കാരറ്റ് ഉണ്ട്. അപ്പൊ 24 കാരറ്റ് ആയിരുന്നു. 24 ആകുമ്പോ ഏറ്റവും പ്യുവർ എന്നുള്ള രീതിയിലാണ്. അല്ല, ഞാൻ അതെ ചോദിച്ചത് ആ അപ്പൊ കൊടുത്തതിനെ വെച്ചിട്ട് പറഞ്ഞതല്ല. നമ്മൾ സാധാരണ അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്ദർഭം വന്നാല് നമ്മൾ സേഫ് ആയിട്ട് വരുമ്പോ ഈ അങ്ങനത്തെ സാധനം എടുക്കുന്നതിലും കുറച്ചുകൂടി ബെറ്റർ മെത്തേഡ് തന്നെയല്ലേ എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടി അതെ തങ്കത്തിന്റെ തകിട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് അന്നിപ്പോ അവൈലബിലിറ്റി ഇല്ല, ഇവരുടെ വേറെ സ്വർണ്ണം വാങ്ങാനുള്ള കാശോ അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലായി. അപ്പോ അന്ന് അത് ഉപയോഗിച്ചു. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് സെൻസിറ്റിവിറ്റി കിട്ടിയപ്പോ നമുക്ക് ശരിക്കും ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. ഇനി സംശയമൊക്കെ തീർന്നു വേണോ? ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം, അതായിരിക്കും നല്ലത്. സംശയങ്ങൾ ഉണ്ടാവട്ടെ, കുഴപ്പം. ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതാ പറഞ്ഞേ. പിന്നെ ഇത് വെച്ചാലേ നമുക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. എല്ലാ ക്ലിനിക്കിലും ചെയ്യാം നമുക്ക്. നമ്മൾ പേഴ്സണൽ ഒപിയിലൊക്കെ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. ഇതിന് കൂടുതൽ ആളുകളിൽ എത്തിയാൽ മാത്രമാണ് അങ്ങനെ അതിന് എന്തായാലും ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. കാരണം ഈ ആളുകൾ സപ്ലിമെന്റ്സിന്റെ പുറകെയാണ് എപ്പോഴും. പുതുതായിട്ട് എന്ത് കിട്ടും എന്നുള്ളൊരു ചിന്ത മൊത്തം എല്ലാ മാതാപിതാക്കളിലും ഉണ്ട്. അപ്പോ അവിടെ നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. നമ്മളിത് കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം ഒരു എന്താ പറയാ ഒരു ലെവൽ തന്നെ മാറാൻ ഗുണമുള്ള ഒരു സംഭവമാണ്. ഏതായാലും വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആണ്. ഒരു മിനിറ്റ് സാറേ, 2-3 ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. സ്വർണ്ണപ്രാശനം വിത്ത് അരിഷ്ടം, അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ. കാരണം സ്വർണ്ണപ്രാശനം നമുക്ക് അരിഷ്ടത്തിന്റെ കൂടെ കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാല് അത് ഞാൻ ഒന്ന് ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. അത് നല്ല ചോദ്യമാണ്. കാരണം നമുക്ക് ഈ ആൽക്കഹോൾ മീഡിയം കൂടി ചെന്നാൽ കുറച്ചും കൂടി അബ്സോർപ്ഷൻ കൂടും. ഞാൻ ഈ മണ്ടൂകപർണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അരിഷ്ടം ഉണ്ടാക്കിയല്ലോ, സ്വരസത്തിനേക്കാളും കുറച്ചും കൂടി അരിഷ്ടം ഉണ്ടാക്കിയല്ലോ എന്നും കൂടി ചിന്തിച്ചിട്ടുണ്ട്. അതൊരു നല്ല പോയിന്റ് ആണ്. അപ്പം നമുക്ക് സ്വർണ്ണപ്രാശനം അരിഷ്ടം കൂടി ചേർത്താൽ നമുക്ക് കുറച്ചും കൂടി ബ്രെയിൻ ആക്ടിവിറ്റി കിട്ടും. കാരണം ആൽക്കഹോള് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ കടന്നു പോകുന്ന ഒരു ട്രക്കാണ്. അപ്പൊ അതൊരു നല്ല എഫക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമുക്കൊന്ന് പഠനവിധേയമാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനി റെജിമെന്റ്സ് അഡ്വൈസ്ഡ് പ്രയർ ടു ദ വീക്ക് ഓഫ്, അങ്ങനെ റെജിമെന്റ്സ് ഒന്നും ഇല്ല. നമ്മൾ അങ്ങനെ ഇതൊക്കെ ഓരോരുത്തരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. സയന്റിഫിക്കലി അങ്ങനെയൊന്നും ഇല്ല. സയന്റിഫിക്കലി അവര് പച്ചക്കറി ആയിരിക്കണം എന്നൊന്നുമില്ല. ആ ദിവസം ഈ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ദിവസം നമ്മൾ ഫ്രീ റാഡിക്കൽസ് ഒഴിവുള്ള ഭക്ഷണം കഴിക്കണം എന്നേ ഉള്ളൂ. അതുപോലെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഇപ്പൊ ഈ സ്വർണ്ണപ്രാശനം കഴിച്ചു പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചാൽ കല്യാണത്തിൽ ഈ സൺഡേ ഒക്കെ നടത്തുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. ഈ കുട്ടികൾക്ക് ബിരിയാണി ഐസ്ക്രീം ഒക്കെ ഒഴിവാക്കാനും പറ്റില്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പോഴല്ല കേട്ടോ, ഇപ്പൊ എല്ലാരും വീട്ടിൽ തന്നെയല്ലേ. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അല്ലാതെ അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അത് അങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യം, അങ്ങനെ കുറച്ച് ആയുർവേദത്തിന്റെ ആ രീതിയിലുള്ള വളർച്ചയാണ് നിങ്ങൾക്ക് കൗതുകരമെങ്കിൽ അത് ചെയ്യാം. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ. കഴിഞ്ഞു എന്ന് തോന്നുന്നു. സംശയങ്ങളും കൂടുതൽ വന്നപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് ഫലവത്തായി എന്നുള്ള ഒരു നിഗമനത്തിലാണ് നമുക്ക് എത്താൻ കഴിയുന്നത്. എന്തായാലും ശ്രീദർശൻ ഡോക്ടർ ഈ ക്ലാസ്സിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ ക്ലാസ് കേട്ടിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഏകദേശം നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കേണ്ട ഒരു സമയത്തോടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെയല്ലേ ഡോക്ടറെ? ഓക്കെ, നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഔപചാരികതയുടെ പേരിൽ ഇതിനൊരു നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ ട്രഷററായ ഡോക്ടർ ജോർജ് പൗലോസിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, ഹലോ, കേൾക്കുന്നുണ്ടോ ഡോക്ടറെ?
കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, AME ഇടുക്കി ജില്ലയുടെ പ്രവർത്തനങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഇന്നിവിടെ ഈ CME വെബിനാർ സീരീസ് നടത്തുകയുണ്ടായത്. അതിന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ന് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന ഒരു വേർഡാണ് ഇമ്മ്യൂണിറ്റി. അത് തന്നെ ആയുർവേദത്തിൽ നിന്ന് എന്താണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആയുർവേദവും അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ ഭാവിയും എന്താണ് എന്നുള്ളത് നമുക്കിന്ന് ഈ ക്ലാസ്സിലൂടെ തിരിച്ചറിയാനായി കഴിയുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസ് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യും. ഇത് നമ്മളെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ വളരെ ഭംഗിയായി യൂസ് ചെയ്യാനും കഴിയുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ. ഈ സ്വർണ്ണപ്രാശനം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഭാവിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സീരീസിന്റെ ഇനി ഉള്ള ക്ലാസ്സുകളും ഇതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യണമെന്നുള്ള ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വൈകിയ സമയത്ത് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് AME ഇടുക്കി ജില്ല സംഘടിപ്പിച്ച CME വെബിനാർ സീരീസിന്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഊർജ്ജസ്വലനായ നമ്മുടെ സോൺ സെക്രട്ടറി ഡോക്ടർ MS നൗഷാദിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. AME ഇടുക്കി ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് ഇത്രയും നല്ലൊരു ടേക്ക് ഓഫ് സാധ്യമാക്കിയ ഒരു വളരെ ഈ ഒരു കാലഘട്ടത്തിൽ പോലും, ഇത്രയും പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് ഇത്തരത്തിൽ വളരെ വിഷനോട് കൂടിയ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ AME ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് ഡോക്ടർ റെൻസ് പി വർഗീസ്, അതുപോലെ തന്നെ AME ഇടുക്കി ജില്ലയുടെ സെക്രട്ടറി ഡോക്ടർ ലിജി ചുങ്കത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തില് ഏറ്റവും തിരക്കുള്ള ഒരു ടൈമാണ്, മെഡിക്കൽ ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കുള്ള ഒരു ടൈമാണ്. ആ കാലഘട്ടത്തിൽ പോലും AMEയുടെ ഒരു പ്രവർത്തനത്തില് നമ്മുടെ AME ഇടുക്കി ജില്ലയുടെ ഭാഗമായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്നാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദർശനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് ഇവിടെ നടന്നത്. അതിനെ എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്ത് വന്നു എന്നുള്ളത് ഈ ക്ലാസ് കേട്ട ഓരോരുത്തർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഡോക്ടർ ശ്രീദർശനോടുള്ള അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ AME ഇടുക്കി ജില്ലയുടെ എല്ലാ ഭാരവാഹികളോടുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഏരിയ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ ഡോക്ടേഴ്സിനോടും നന്ദി അർപ്പിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഇനി വരുന്ന നമ്മുടെ വെബിനാർ സീരീസിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
Good night. Thank you. Okay, thank you.